അവർ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിനോട് ചെയ്യുന്ന ഈ ഇബാദത്തിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ. ഇത് ശിർക്കുൽ ഖഫീനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ബഹുദൈവാരാധന എന്ന ശിർക്കല്ല ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത്. തഫ്സീർ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ഈ ആയത്തിൽ അല്ലാഹു ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞത് മറ്റാരും കാണാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും കൈയടിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരുടെയെങ്കിലും പ്രകീർത്തനങ്ങൾ കിട്ടാൻ, അവരുടെ പ്രശംസ കിട്ടാൻ ഇതിനൊന്നും ചെയ്യല്ലേ. നീ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടി, നിന്റെ കർമ്മം അല്ലാഹുവിന് വേണ്ടി, നീ കല്യാണം കഴിച്ചത് അല്ലാഹുവിന്, നീ ജോലി ചെയ്യുന്നത് അല്ലാഹുവിന്, കോളേജിൽ പോകുന്നത് അല്ലാഹുവിന്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്, ഉമ്മയും വാപ്പയും നോക്കുന്നത് അല്ലാഹുവിന്, വാഹനം ഓടിക്കുന്നത് അല്ലാഹുവിന്, എല്ലാം അല്ലാഹുവിന്. അങ്ങനെ നിങ്ങൾ ചെയ്തോ, എന്നാൽ ഈ റബ്ബിനെ കാണാനുള്ള കൊതി സാക്ഷാത്കരിക്കപ്പെടും. അല്ലാഹുവിനെ കാണണമല്ലോ എന്ന പേടി, ആ പേടി നിനക്കുണ്ടാവില്ല. പിന്നെ റബ്ബിനെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയാണ്, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെയ്യാണ്. നമുക്കൊക്കെ ചെയ്യാവുന്ന സംഗതിയാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒരു നിയ്യത്തെ പ്രശ്നമുള്ളൂ. അല്ലാഹു നമുക്കൊക്കെ നന്നാക്കി തരട്ടെ. എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ടാവും, പക്ഷേ അല്ലാഹു ഇത് സ്വീകരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഇശാ നിസ്കരിച്ചു, ഈ നിസ്കാരം അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടോ? മഗ്രിബ് നിസ്കരിച്ചു, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് സമാധാനിക്കുക. എൻ്റെ റബ്ബിനത് പൊരുത്തമായിട്ടുണ്ടോ? എൻ്റെ റബ്ബ് അത് കബൂലാക്കിയിട്ടുണ്ടോ? അറിയില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തവർ, റബ്ബാണ് എന്നെ പരിപാലിക്കുന്നത് അല്ലാഹുവാണ്, ثم استقاموا, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ. നേർവഴിയിൽ ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലേക്കും താടി രോമത്തിലേക്കും നോക്കിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് നരബാധിച്ചുവല്ലോ, അത് പെട്ടെന്ന് വന്നുവല്ലോ നബിയേ. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, വളരെ പെട്ടെന്ന് നരബാധിച്ചുവല്ലോ നബിയേ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മുടിയെല്ലാം നരച്ചു പോയല്ലോ. എത്രയാണ്? 17ഓളം മുടികൾ നബി തങ്ങളുടെ തലയിലും താടിയിലുമായി 17ഓളം രോമങ്ങൾ വെളുത്തിരുന്നു എന്ന ഹദീസുകൾ ശമായിൽ കാണാൻ കഴിയും, ഹബീബിന്റെ ശരീരത്തിന്റെ വിവരണം വായിച്ചാൽ. പക്ഷേ അറബികൾക്കെന്ന് നരബാധിക്കുന്നത് 70 വയസ്സാകുമ്പോഴാണ്, 75 ആകുമ്പോഴാണ്. നബിതങ്ങൾക്ക് വളരെ പെട്ടെന്ന് നരബാധിച്ചപ്പോ നബിതങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ നബിതങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയേ വല്ലാതെ നരബാധിച്ചുവല്ലോ, വളരെ പെട്ടെന്ന് നരവന്നുവല്ലോ. ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ, അബൂബക്കറെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും സൂറത്ത് ഫുസ്സിലത്തും, ആ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ ഖുർആനിന്റെ സൂറകളുമാണ് എനിക്ക് നിരകൊണ്ടുവന്നത് അബൂബക്കറെ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങളുടെ മറുപടി, നരബാധിക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ്. അപ്പോഴാണ് ഓടി വരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയേ, ഈ സൂറകളിൽ ഏത് വചനമാണ് അല്ലാഹുവിന്റെ വാക്കാണ് നബിയേ അങ്ങയെ വല്ലാതെ പേടിപ്പിച്ചത്, അങ്ങ് വല്ലാതെ വിഷമിച്ചു പോയത്? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്, ഫസ്തഖിം കമാ ഉമിർത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയെ, സൂറത്ത് ഹൂദിൽ നിന്നും അതിന്റെ സഹോദരിമാരായ സൂറകളിൽ നിന്നും അല്ലാഹുവിന്റെ ഏത് വചനം കേട്ടപ്പോഴാണ് അങ്ങേക്ക് നരബാധിച്ചത്, അങ്ങയെ വിഷമിപ്പിച്ചത്, അങ്ങ് സങ്കടപ്പെട്ടത്, അങ്ങ് ഇത്രക്ക് ക്ഷീണിക്കാൻ കാരണം? ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ വചനമാണ്. ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ നബിയെ നിങ്ങളോട് നേർവഴിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞത്, അങ്ങനെ നേർവഴിയിൽ കൃത്യമായും ജീവിക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത,
പറഞ്ഞ പോലെ നേർക്ക് പോകണം, പറഞ്ഞ പോലെ നേർക്ക് നേരെ ജീവിക്കണം എന്ന അള്ളാഹുവിന്റെ വചനം അത് താങ്ങാൻ കഴിഞ്ഞില്ല അബൂബക്കറെ. അത് ഓർത്തുകൊണ്ട് ഞാൻ വിഷമത്തിലാണ്. അള്ളാഹു പറഞ്ഞ പോലെ എന്നെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ആരായി പറയുന്നത്? അഫ്ദലു റസൂലായ മുഹമ്മദ് മുസ്തഫ, സയ്യിദുൽ കൗനൈനിയായ മുഹമ്മദ് മുസ്തഫ. വഫാത്താകുന്ന നേരത്ത് ഓരോരുത്തരും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ഫിർ റഫീഖിൽ അലാ, അല്ലാഹുമ്മ റഫീഖൽ അലാ, അല്ലാഹുമ്മ റഫീഖൽ അലാ. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക്, നിന്റെ ഉന്നതമായ ചാരത്തേക്ക്, നിന്റെ ആ ഒരു കമ്പാനിയൻഷിപ്പ് എനിക്ക് തരേണമേ എന്ന് പറഞ്ഞ ലോകത്തോട് വിട പറഞ്ഞ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞ പോലെ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? ഫസ്തഖിം കമാ ഉമിർത്, പറഞ്ഞ പോലെ നേർക്ക് നേരെ ജീവിക്കണം. ഇസ്തഖിം സുമ്മസ്തഖാമു, അല്ലാഹുവാണ് രക്ഷിതാവെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ നേർവഴിയിൽ ജീവിക്കണേ എന്ന അല്ലാഹുവിന്റെ വാക്കുകൊണ്ടാണ് നബിതങ്ങൾക്ക് താടിരോമങ്ങളിൽ തലയിൽ നരബാധിച്ചതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്തൊരു റാഹത്തിലാ, നമ്മളിപ്പോ നേർവഴിയിൽ ഇങ്ങനെ പോയാൽ സ്വർഗത്തിലെന്നൊക്കെ വിചാരം. അള്ളാഹു നമ്മൾ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ വിജയിപ്പിച്ചു തരട്ടെ, അള്ളാഹു നമ്മെ സഹായിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ സമാധാനിച്ചിരിക്കുകയാണ്. അത് അള്ളാഹു സ്വീകരിച്ചോ എന്നത് വിഷയമല്ല. റമളാൻ മുഴുവനും നോമ്പ് നോറ്റ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്ത വരുന്നില്ല. ഭയങ്കര ഡേഞ്ചറാണ്. അള്ളാഹു രക്ഷിതാവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവർക്ക് മാലാഖമാർ ഇറങ്ങി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പേടിച്ചു പോയ ഒരു രംഗമുണ്ട്. വഫാത്ത്, മരണം ആസന്നമാകുന്ന നേരത്തെ എങ്ങനെയാണാവോ ലോകത്തോട് യാത്ര പറയുക? അമ്പിയാക്കന്മാർ അവരുടെ മക്കളോട് യാത്ര പറഞ്ഞത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നവർ ബുദ്ധിദോഷം സംഭവിച്ചവരല്ലാതെ മറ്റാരാണ്? ഈ ലോകത്ത് പ്രവാചകർ ഇബ്രാഹിം നബിയെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നാളെ പരലോകത്ത് ഇബ്രാഹിം നബി സതീർത്ഥരായ അള്ളാഹുവിന്റെ അടിമകളിൽ പെട്ടവരാണ്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് എനിക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവിന് വേണ്ടി ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. വവസ്വാ ബിഹാ ഇബ്രാഹിം ബനീ,
ഇബ്രാഹിം നബി അവിടുത്തെ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്തു. യാക്കൂബ് നബിയും പറഞ്ഞു, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു മതം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഇത് പ്രവാചകന്മാരുടെ മക്കളോട് പറഞ്ഞ ഉപദേശമാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോവരുത്. മരണം വരെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇസ്ലാം പഠിക്കാൻ ഒരുപാട് സമയമെടുത്തെന്ന് വരും. ചിലക്ക് വളരെ പെട്ടെന്ന് കയറും. ചില ആളുകൾ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കും. ചില ആളുകൾ ഒരുപാട് സമയമെടുക്കും. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു 20 കൊല്ലം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പിന്നീട് സ്വഹാബിയായ ആളാണ് മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ ടെന്റിലേക്ക് അന്ന് വന്നില്ലേ? മക്കം ഫതഹിന്റെ സമയത്ത് നബിതങ്ങളുടെ ടെന്റിലേക്ക് വന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു, യാ അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇസ്ലാം സത്യമാണെന്ന്? പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, കഴുത്തിൽ നിന്ന് തലങ്ങ് പോയാൽ ഈ സംശയം പോകും എന്ന് പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു, ഉമർ, അങ്ങനെ പറയരുത്. ചില ആളുകൾക്ക് സത്യം മനസ്സിലാവാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾ ഒരുപാട് കാലം, അങ്ങനെയാണ് പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഒരുപാട് കാലം പ്രവർത്തിച്ച് പിന്നെ മനസ്സിലായത്, റബ്ബേ, ഞാൻ ഈ ചെയ്തതൊക്കെ, ഞാൻ ഈ പ്രവർത്തിച്ചതൊക്കെ എന്തോ വേണ്ടാത്തതിനായിരുന്നു, ശരിയായില്ലല്ലോ. പിന്നീട് തെളിയും. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ നിലനിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. ഉൾക്കാഴ്ച ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് ഒരുപാട് സമയമെടുക്കും. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട്. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട്. أم كنتم شهداء إذ حضر يعقوب الموت, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് മരണദൂതർ വന്ന നേരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നബിയെ? നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. മലക്കുൽ മൗത്ത് മഹാനായ യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സമയം യാക്കൂബ് നബി മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങളുടെ പടച്ചവൻ ആരാണ്? ഖാലൂ, അവര് പറഞ്ഞു, നഅബുദു ഇലാഹക, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. وإله آبائك إبراهيم وإسماعيل وإسحاق, നിങ്ങളുടെ പ്രപിതാക്കന്മാർ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇലാഹായ ആരാധ്യനായ അല്ലാഹുവിനെയാണ്. ഇലാഹം വാഹിദ, ഒരേ ഒരുത്തനെ, ഒരുപാട് ദൈവങ്ങളെയല്ല, ഒരുപാട് ആളുകളെ പൂജിക്കുകയല്ല, ഒരേ ഒരുത്തനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും ഞങ്ങൾ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളായിരിക്കുമെന്ന് യാക്കൂബ് നബിയുടെ മക്കൾ മഹാനായ യാക്കൂബ് നബിയോട് പറഞ്ഞ നേരം ഒന്ന് ഓർക്കുക നബിയേ. വാപ്പമാര് മക്കളോട് ഉപദേശിക്കേണ്ടത്, എന്റെ കാലശേഷം നിങ്ങളുടെ ദീൻ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ലാഹുവിനെ ഭയപ്പെടുമോ ഇല്ലയോ? ഇങ്ങനെ വാപ്പമാർ മക്കളോട് യാത്രാമൊഴി പറഞ്ഞു പോകുന്ന നേരത്ത്, ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മക്കളോട് സംസാരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ. ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാഖ് നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ നബി പറഞ്ഞിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളോട് അവസാനം യാത്ര പറഞ്ഞു പിരിയുന്ന നേരത്ത് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകൾ, തദ്കീർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്നവർ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുന്നവരാണ്. കലിമ ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി വഴിപ്പെടാനർഹനായി മറ്റാരുമേ ഇല്ല എന്ന തൗഹീദിന്റെ വചനം ജീവിച്ചിരിക്കുന്ന കാലത്ത് ചൊല്ലി നോക്കാത്തവന് എങ്ങനെയാണ് മരണനേരത്തത് ചൊല്ലാൻ കഴിയുക? തഹ്ലീൽ ദിവസേന ചൊല്ലി നോക്കാത്തവർക്ക് മരണമാസന്നമാകുന്ന നേരത്തത് ചൊല്ലാൻ കഴിയുമോ?
يا رب قائلة يوما وقد تعبت أين الطريق إلى حمام منجابي മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വന്നപ്പോ ഇത് തന്നെ മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് സ്വന്തം വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കവേ അവൾ ഓടി രക്ഷപ്പെടുകയും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് ആ പെണ്ണിനെ കാണാൻ കൊതിയൂറി നടന്ന് മരണം വരെ എവിടെയാണ് ആ പെണ്ണെന്ന് ചോദിച്ചു നടന്ന ഈ മനുഷ്യനെ അന്നൊരിക്കൽ ആ പെണ്ണ് തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഹല്ലാ ജഅൽത ലഹാ ലമ്മാ ഖലൗത ബിഹാ ഹർസം മിനൽ ബാബി ഔ ഖുഫ്ലൻ മിനദ്ദാരി. ഇതാണ് മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് കടത്തി കൊണ്ടുവന്നപ്പോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാരം ഒന്ന് ആവേശത്തിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മദ്യം കൊണ്ടുവാ എന്ന് പറഞ്ഞ് മദ്യം കൊണ്ടുവരാൻ അയാളെ പറഞ്ഞയച്ച മാത്രയിൽ തടി രക്ഷപ്പെടുത്തിയ ആ പെണ്ണ് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ്, എന്തടോ എന്ത് മണ്ടത്തരം ചെയ്തു, ഞാൻ ആ വീടിന്റെ ഉള്ളിൽ ഒറ്റക്കായിരുന്നപ്പോ ഒരു കാവൽക്കാരനെ വീടിനൊരു പൂട്ടോ ചെയ്യാതെ നീ ഒറ്റക്ക് ഓടിയില്ലേ, ഞാൻ അന്ന് രക്ഷപ്പെട്ടതാണ് എന്ന് ഈ പെണ്ണിങ്ങനെ പറഞ്ഞ മറുപടി കൂടി ആയപ്പോ ആകെ ഭ്രാന്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഈ പ്രേമകാവ്യം പാടി നടന്ന ആളാണ്. മരിക്കുന്ന സമയത്ത് തന്റെ നാട്ടുകാരും ഗുണകാംക്ഷികളും മുഴുവൻ പറഞ്ഞ് വന്ന് വയസ്സാൻ കാലത്ത് മരിക്കാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഒന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ ചൊല്ലി മരിക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് തഇബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി. മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ക്ഷീണിച്ച് തളർന്നു വന്ന ആ സുന്ദരി പെണ്ണെവിടെ? ഈ പാട്ടുപാടി ജീവിതകാലം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്നവർ ഓർത്തു നോക്കണം, സിനിമാ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ അള്ളാഹുലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ, പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമാ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാരി കുട്ടികളെ, പ്രായമുള്ളവരെ അല്ലാത്തവരെ, മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേണ്ടതിന് പകരം സ്ഥിരമായി പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും. ഈ മഞ്ചാബിക്കാരന് പറ്റിയ പോലെ കലിമ ചൊല്ലാൻ സാധിക്കാതെ മഞ്ചാബിയുടെ കുളിപ്പുര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഒരു ദൗർഭാഗ്യവാനുണ്ട്. ഇസ്ലാമിക ചരിത്രം കണ്ടുപോയ സംഭവമാണത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ശീലിക്കാത്തവർക്ക് ഇത് പറയാൻ കഴിയില്ല. ജീവിതകാലത്ത് നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചവർക്ക് മരണനേരത്ത് കലിമ ചൊല്ലാൻ എളുപ്പമാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അത്തഹിയാത്തിലല്ലാതെ മറ്റു ഒരിക്കലും ചൊല്ലിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയല്ലാതെ ഒരു ദിക്റിന്റെ മജ്ലിസിൽ പോയി ഇരുന്നിട്ടില്ല. ദിക്റുകൾ കൂട്ടമായ ഒറ്റക്കോ ചൊല്ലാറില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് മരണമാസന്നമാകുമ്പോൾ അത് പറയാൻ പ്രയാസം വരും. നാവിലൂടെ കൊണ്ട് പരിചയിച്ചിരുന്ന മറ്റു വാക്കുകളോ പാട്ടുകളോ കവിതകളോ ഉണ്ടെങ്കിൽ മൂളിപ്പാട്ടുകളായി നാവിലൂടെ പാടി നടക്കുന്നത് മരണനേരത്തെ നമ്മുടെ നാവിലൂടെ വന്നു കഴിഞ്ഞാൽ അത് സൂഉൽ ഖാത്തിമ, അത് മോശപ്പെട്ട അന്ത്യമായിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا, നേർവഴിയിൽ ജീവിക്കുകയും എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും എന്നിട്ട് റബ്ബ് പറഞ്ഞ പോലെ ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മുമ്പിലേക്ക് മാലാഖമാർ കടന്നുവരും. മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, എന്റെ ബഹുമാന്യരായ ഗുരുനാഥൻ, അന്ന് ശൈഖുനയുടെ കൂടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ കൂടെയുണ്ട്. ഞങ്ങൾ ദാറുൽ ഹുദയിൽ പഠിപ്പിച്ച് ഞങ്ങളുടെ ഫിഖ് പഠിപ്പിച്ചിരുന്നു ഉസ്താദ്. അവിടുന്ന് പറഞ്ഞു, മഹാനായ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ റൂമിലുള്ള ആളുകളോട് നിങ്ങളൊന്ന് പോയേക്കണം, ഇവിടെ സ്ഥലം കൊടുക്കണം, തിരക്കുണ്ട്, നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം. വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്ന് മാറിക്കൊടുക്കണം. ആർക്കാണ് ഈ മാറിക്കൊടുക്കുന്നതെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, തിരക്കുകളില്ല അവിടെ, മനുഷ്യന്മാരെ തിരക്കാൻ വന്നിട്ടില്ല. ആ റൂമിൽ നിന്ന് മനുഷ്യരോട് മുഴുവനും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞ മഹാനായ ശൈഖുന അവറുകൾ, മഹാനായ ശംസുൽ ഉലമ ആരോടാണ് ഈ വരാൻ പറഞ്ഞതെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ. അല്ലാഹുവിന്റെ മാലാഖമാരല്ലാതെ ആരാണ് പിന്നെ ഇവിടം വരേണ്ടത്? സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോ
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമേ ഇല്ല എന്ന മുഅദ്ദിനിന്റെ ബാങ്കിന് മറുപടിയും പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് മുഅ്മിനീങ്ങളായ നമുക്ക് കണ്ടുപഠിക്കാനുള്ള മാതൃകയാണത്. ഇത് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമാണ്, നല്ല നിലക്ക് മരിക്കാനുള്ള അടയാളമാണിത്. സത്യവിശ്വാസികൾക്ക് ഇതിലും പരം തെളിവുകൾ പിന്നെ എന്ത് വേണം? നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് സംഘടനകളോ ഒരുപാട് ഈസങ്ങളോ ഒരുപാട് ആളുകളോ ഒരുപാട് വഴിക്ക് വിളിക്കുമ്പോ ഞാൻ എവിടെ പോണെന്നറിയുമോ? ആർക്കൊക്കെയാണോ മരണം ശരിയായത്, ആരുടെ മരണങ്ങളാണോ കലിമ ചൊല്ലിയിട്ട് അന്തസ്സിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലോകത്തോട് വിട പറയാൻ, ലോകത്തോട് യാത്രാമൊഴി ചൊല്ലാൻ ആർക്കാണോ അവസരമുണ്ടായത്, ആ മരിച്ചു പോകുന്ന ആൾ ചരിച്ച വഴി ഹക്കാണെന്നതിന്റെ തെളിവതാണ്. അതാണതിന്റെ തെളിവ്. നമുക്കൊന്നും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു മനുഷ്യന്റെ ഇസ്തിഖാമ, ഒരു മനുഷ്യൻ ജീവിച്ചു പോയ വഴി നേർവഴിയാണോ അല്ലയോ എന്നറിയേണ്ടത് മരണത്തിന്റെ സമയത്താണ്, അല്ലാതെ തിരിയില്ല. മരിക്കുമ്പോഴേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഇഖ്ബാലിന്റെ ജീവിതത്തിൽ അവസാനത്തെ കവിത, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം മർഗ് ആമദ് തബസ്സും ബർലബസ്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞു തരട്ടെ. മർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ തബസ്സും ബർലബസ്, ചുണ്ടുകളിൽ ആർക്കാണോ പുഞ്ചിരിയുള്ളത് അവരാണ് മുഅ്മിൻ. മരിക്കുമ്പോൾ പുഞ്ചിരിയുള്ളവൻ. ജീവിതകാലത്ത് ഒരാളെയും വിധി എഴുതാൻ നമ്മളെ കൊണ്ടാവില്ല, നമുക്കാവില്ല. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല അള്ളാഹുവിന്റെ മുമ്പിലുള്ളത്. നമ്മുടെ വിധികൽപ്പനയല്ല അള്ളാഹുവിൻ്റെത്. ഇന്നർ റജുല ലയഅമലു ബിഅഹ്ലിൽ ജന്ന, സ്വർഗവാസി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം അങ്ങനെ മരണം വരെ ചെയ്തു പോകുന്ന എത്രയോ ആളുകൾ. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, പക്ഷേ അള്ളാഹുവിന്റെ അജലിൽ, അള്ളാഹുവിന്റെ അസലിയായ തീരുമാനത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് മറ്റൊന്നാണ്. അങ്ങനെയുള്ള ചില ആളുകൾ മരണമാസന്നമാകാറാകുമ്പോഴേക്കും ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ ഫയദ്ഖുലുന്നാർ, നരകത്തിലേക്ക് പോകുന്ന പണികൾ ചെയ്യുകയും അവർ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ചുമുണ്ട്. എത്രയോ ആളുകൾ യഅമലു ബിഅമലി അഹ്ലിന്നാർ, നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന പണി ചെയ്യുന്നു. എന്നിട്ടോ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇനി അധികം ദൂരമില്ല. അപ്പോഴേക്കും ഒരു ഉംറക്ക്, ഒരു ഹജ്ജിന് പോകുന്നു, ഒന്ന് നന്നാവുന്നു. ഒരു റമദാൻ വന്നു, ഇഅ്തികാഫിരുന്നു. റമദാൻ വന്നു, തറാവീഹും നിസ്കാരവും തൗബ ചെയ്ത് മടങ്ങലും നിസ്കാരം ഖളാ വീട്ടലും ഒക്കെ ക്ലിയറായി. പെരുന്നാൾ കഴിയുന്നതോടുകൂടെ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന എത്രയോ ഭാഗ്യവാന്മാർ. ജീവിച്ചത് ഒരുപാട് മോശമായി, പിന്നെ അള്ളാഹു സൗഭാഗ്യം കൊടുത്തു നന്നായി. അങ്ങനെ ഫയസ്ബിഖുൽ കിതാബ്, അള്ളാഹു രേഖപ്പെടുത്തിയ കിതാബ് മുൻകടക്കുകയും സ്വർഗവാസികൾ ചെയ്യുന്ന പണി ചെയ്യുകയും ഫയദ്ഖുലുൽ ജന്ന, അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരും ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്? എവിടെയാണ് ഇവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ തീരുമാനിക്കപ്പെട്ടത്? എവിടെയാണ്? മരിക്കുന്ന സമയത്ത്. മരണമാസന്നമാകുന്ന നേരം എങ്ങനെയാണോ ഒരാൾ മരിക്കുന്നത്, അപ്പോഴേ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയെന്ന് വിധി എഴുതാൻ കഴിയൂ. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ ഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം നന്നായാൽ അവൻ നന്നായി, അവസാനം മോശമായാൽ അവൻ തകർന്നു പോയി, നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة അല്ലാ തഖാഫു, മലാഖമാർ മരിക്കാൻ പോകുന്ന നേരത്ത് കടന്നു വരികയും അവർ പറയുകയും ചെയ്യും, നിങ്ങൾ പേടിക്കണ്ട. വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടരുത്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, പേടിക്കണ്ട എന്ന് പറയാൻ സുമുഖരായ മാലാഖമാർ മരിച്ചു പോകുന്ന മനുഷ്യന്റെ റൂമിന്റെ ഉള്ളിലേക്ക് എവിടെയാണോ മരിക്കാൻ പോകുന്നത് അവിടങ്ങളിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകത്തോട് അവരെ യാത്ര പറഞ്ഞു പോകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ.
റഹ്മാൻ, സൂറത്ത് ഫുസ്സിലത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നല്ല നിലക്കൊരു യാത്രാമൊഴി പറയാനുള്ള അവസരം കിട്ടുന്നവരാരൊക്കെയാണ്? ഒരുപാട് ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പെടാൻ നോക്കണേ. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നല്ല മരണങ്ങൾ, നല്ല അന്ത്യം, നല്ല നിലക്കുള്ള യാത്രാമൊഴി. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഭാഗ്യമുണ്ടായവർ. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അയാൾക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വർഗത്തിലാണെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ്. ഒരാളത് ചൊല്ലുന്നത് ആരും കേട്ടില്ല എന്ന് വിചാരിക്കുക, ആള് നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ചൊല്ലിയാൽ അത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു റാഹത്താണ്, അത് ഉറപ്പാണ്, നമുക്കൊരു അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ്, അത് ഒരു നല്ല ലക്ഷണമാണ്. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അതൊരു നല്ല ലക്ഷണമാണ്. രണ്ടാമത്തേത് അൽ മൗതു ബിറഷ്ഹിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുന്നവർ, അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു ഖുറാസാനിൽ ജീവിക്കുമ്പോൾ അവരുടെ ഒരു സഹോദരനെ കാണാൻ ചെന്നപ്പോൾ മരണനേരത്ത്, സഹോദരൻ മരിക്കാൻ പോകുന്ന നേരത്ത് സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നുണ്ട്. ഫഇദാ ഹുവ യഅറഖു ജബീനുഹു, ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അഷ്റഫുൽ ഖൽഖ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ, മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നത് നെറ്റി വീർത്തുകൊണ്ടാണെന്ന് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരൻ മരിക്കുമ്പോൾ നെറ്റിയിൽ വിയർപ്പ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണത്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ, മുഅ്മിനായ മനുഷ്യന്റെ മരണം നെറ്റിയിലെ നല്ല വിയർപ്പ് കൊണ്ടാണ്, വിയർപ്പോടുകൂടെയാണ്. അല്ലാഹു മുഅ്മിനായ മനുഷ്യന് നൽകുന്നൊരു സൗഭാഗ്യമാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹക്കീം എന്നവർ മുസ്തദ്റക്കിൽ വസഹഹു അലാ ശർത്തി മുസ്ലിം, ഇമാം ത്വയാലിസി, ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നെറ്റിയിൽ വിയർപ്പോടുകൂടെ മരിക്കുന്നത് നല്ല ഒരു മരണത്തിന്റെ അടയാളമാണ്. മൂന്നാമത്തേത്, വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കാനുള്ള ഭാഗ്യം, അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅതി ഔ ലൈലത്തിൽ ജുമുഅതി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നതൽ ഖബ്രി, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിച്ചാൽ അല്ലാഹു ആ മനുഷ്യനെ ഖബറിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച്, അതാണ് വെള്ളിയാഴ്ച രാത്രി. വെള്ളിയാഴ്ച ഇതിപ്പോ ശനിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ചന്റെ പകല് ആ സൂര്യ അസ്തമിക്കുന്നതോടുകൂടെ കഴിഞ്ഞു. അപ്പോ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിലായിട്ട് മരിക്കാൻ ഭാഗ്യമുള്ളവർ നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് അൽ ഇസ്തിഷ്ഹാദു ഫീ സാഹത്തിൽ ഖിതാലി, മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളായ ആളുകളോ തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ മുസ്ലിം സൈന്യം, ഇസ്ലാമിക ഗവൺമെന്റിനടുത്താണ് അത് ബാധകം, മുസ്ലിം സൈന്യം അമുസ്ലിം സൈന്യവുമായി നടത്തുന്ന യുദ്ധത്തിൽ മരണം സംഭവിക്കുന്നത് ഷഹീദാണ്. ശുഹദാഇന്റെ പ്രതിഫലം ഭയങ്കരമാണ്. ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ, ഷഹീദിന് അല്ലാഹുവിന്റെ അടുത്ത് 6 ഗുണങ്ങളുണ്ട്. യുഗ്ഫറു ലഹു ഫി അവ്വലി ദുഫഅത്തിൻ മിൻ ദമിഹി, രക്തം വീഴുന്ന ആദ്യത്തെ വീഴ്ചയിൽ തന്നെ, രക്തം പൊടിയുമ്പോഴേക്കും അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്.
വയറാ മഖഅദഹു മിനൽ ജന്നഹ്, കാണാൻ പോകുന്ന സ്വർഗ്ഗത്തിൽ ഇരിപ്പിടം കണ്ടുകൊണ്ടാണ് ഷഹീദ് മരിക്കുന്നത്. വയുജാറു മിൻ അദാബിൽ ഖബ്രി, ഖബറിന്റെ അദാബ് ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഅമലുൽ ഫസഅൽ അക്ബർ, ഖിയാമത്ത് നാളിലെ വലിയ ആ പേടി, ഖബറിൽ കിടക്കുന്ന, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പേടി ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി. വയുഹല്ലാ ഹില്യതൽ ഈമാൻ, ഈമാനിന്റെ വസ്ത്രം അവർക്ക് അണിയിക്കപ്പെടുമെന്നും റസൂലുള്ളാഹ്. വയുസവ്വജു മിനൽ ഹൂറിൽ ഐൻ, ഹൂറുൽ ഐനുകളെ അവർക്ക് വിവാഹം ചെയ്യപ്പെടും. വയശ്ഫഉ ഫീ 70 ഇൻസാനൻ മിൻ അഖാരിബിഹി, തന്റെ കുടുംബത്തിലെ 70ഓളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനും ഒരു ഷഹീദിന് അവസരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഷഹീദുകൾ ഈ ഉമ്മത്തിൽ ഒരുപാടുണ്ട്, ഷഹീദുകൾ ഒരുപാടുണ്ട്. ശുഹദാ ഉമ്മത്തി കസീർ, എന്റെ സമൂഹത്തിലെ ശുഹദാക്കൾ ഒരുപാടുണ്ട്. വഇൻ അക്സറ ശുഹദാഇ അസ്ഹാബുൽ ഫുർഷി, എന്റെ ശുഹദാക്കളിൽ അധിക പേരും വിരിപ്പിൽ കിടന്ന് മരിക്കുന്നവരാണെന്നും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങളുമായുള്ള യുദ്ധത്തിൽ മരിക്കുന്ന ശുഹദാ എന്റെ ഉമ്മത്തിൽ വളരെ കുറവാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക ഗവൺമെന്റുകൾ ആ രാജ്യങ്ങൾക്കെതിരെ, ഇസ്ലാമിക സൊസൈറ്റികൾക്കെതിരെ, അവരുടെ ഫ്രീഡത്തിനെതിരെ, അവരുടെ പ്രോപ്പർട്ടിക്കെതിരെ ഒക്കെ കുഫറിന്റെ സൈന്യം യുദ്ധം ചെയ്യുമ്പോൾ തമ്മിലുള്ള യുദ്ധത്തിനാണ് ഇസ്ലാമിൽ ഹർബ് എന്ന് പറയുന്നത്. ഷഹീദാകാൻ ഭാഗ്യമുള്ള ഹർബ് അതാണ്. രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് വേണ്ടി, ഒരു രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി, ഒരു രാജ്യത്തെ കൊളോണിയലിസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ കൊളോണിയലിസത്തിനെതിരെ ചെയ്യുന്ന യുദ്ധം, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ അത് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടും അതിൽ മരിക്കുന്ന ആളുകൾക്ക്. ഒരുപാട് ആളുകൾ ശുഹദാക്കളുണ്ട് നബി തങ്ങളുടെ ഉമ്മത്തിൽ, പക്ഷേ യുദ്ധത്തിൽ മരിക്കുന്നത് വളരെ കുറച്ചുള്ളൂ. അല്ലാത്ത ശുഹദാക്കളൊക്കെ വിരിപ്പിൽ കിടന്ന് ഒരു തുള്ളി ചോര പോലും ചിന്താതെ മരിക്കുന്ന ശുഹദാ എന്റെ ഉമ്മത്തിൽ ധാരാളമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവരാരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അൽ മൗത്ത് ബിത്വാഊൻ, അൽ മൗത്ത് ബിത്വാഊൻ, പകർച്ചവ്യാധി കൊണ്ട് പടർന്നു പിടിക്കുന്ന പ്ലാഗ് പോലെയുള്ള രോഗം കൊണ്ട്. ത്വാഊൻ പ്ലാഗ് മാത്രമല്ല, എനി എപ്പിഡമിക്, പകർച്ചവ്യാധി കൊണ്ട്, ഫ്ലൂ, ചിലപ്പോ ആളുകളിലേക്ക് പടർന്നു പിടിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് മരിക്കുന്ന വലിയ തരത്തിലുള്ള എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളായ രോഗങ്ങൾ, ആ രോഗങ്ങളിൽ മരിക്കുന്നത് ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്വാഊനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെയും രക്തസാക്ഷിത്വമാണ് പ്ലാഗ് രോഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഊൻ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി, പെട്ടെന്ന് ആളുകൾ ഒരുപാട് പെട്ടെന്ന് മരിച്ചു പോകുന്ന, കൂട്ടമായി മരിക്കുന്ന അസുഖം, അതൊക്കെ മരിക്കുന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. മുസ്ലിമെങ്കിൽ അല്ലാഹു ഷഹാദത്ത് കൊടുത്ത് ആദരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകർച്ചവ്യാധികൾ, അൽ മൗതു ബിത്വാഊൻ, അത്വാഊനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെയും ഷഹാദയാണ്, രക്തസാക്ഷിത്വമാണ് പകർച്ചവ്യാധികളായ പ്ലാഗ് പോലെയുള്ള രോഗങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഷഹീദ്, അൽ മൗതു ബിദാഇൽ ബത്നി, മൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്, വയറ്റിൽ അസുഖമുണ്ടായി മരിച്ചാൽ, വയറിന്റെ ഉള്ളിൽ പുണ്ണ്, വയറിലേതെങ്കിലും അസുഖം വന്ന്, മുഴ വന്ന്, ഇങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അസുഖത്തിന്, പ്രത്യേകിച്ചും വയറ്റിൽ അസുഖം വന്ന് മരിക്കുന്ന ആളുകളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. മൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്, മരിക്കുന്ന സമയത്ത് വയറുവേദനയാണ് ഉണ്ടായിരുന്നത്, ഒരു അസുഖം വന്നത് വയറുവേദനയാണ്, മംഗലാപുരത്തെ കൊണ്ടുപോയി, കുഴപ്പമാണെന്ന് പറഞ്ഞു, വയറ്റിന്റെ ഉള്ളിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചെങ്കിൽ വയറിൽ വന്ന അസുഖം, വയറ്റിന്റെ ഉള്ളിൽ വന്ന അസുഖം രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം നേടി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നല്ല അടയാളമാണ്, അത് മരണത്തിന്റെ നല്ല ലക്ഷണമാണ്. അൽ മൗതു ബിൽ ഗർഖി, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതും ഷഹാദത്തിന്റെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി. അത് കുളത്തിൽ മുങ്ങി മരിച്ചാലും, പുഴയിൽ മുങ്ങി മരിച്ചാലും, കടലിൽ മുങ്ങി മരിച്ചാലും, മുസ്ലിമായൊരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് അയാൾക്ക് രക്തസാക്ഷിത്വമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദിന്റെ കൂലി കിട്ടും വെള്ളത്തിലാണ് മരിച്ചതെങ്കിൽ.
വൽ ഹദ്മി വസ്വാഹിബുൽ ഹദ്മി, എന്തെങ്കിലും തലയിലേക്ക് പൊളിഞ്ഞു വീണു മരിച്ചാലും ഷഹീദിന്റെ കൂലിയുണ്ട്. തലയിലേക്ക് ഒരു ബിൽഡിംഗ് വീണു, ഒരു മരം വീണു, എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണു, അങ്ങനെ മരിച്ചു പോകുന്നതും ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അശ്ശുഹദാഉ ഖംസ, 5 വിഭാഗം ശുഹദാക്കളാണ്. അൽ മത്ഊൻ വൽ മബ്തൂൻ, ത്വഊൻ പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്നവനും, വൽ മബ്തൂൻ വയറ്റിൽ അസുഖമുണ്ടായി മരിക്കുന്നവനും, വൽ ഗരീഖു മുങ്ങി മരിക്കുന്നവനും, വസ്വാഹിബുൽ ഹദ്മി എന്തെങ്കിലും തലയിലേക്ക് വീണ് മരിക്കുന്നവനും, വശഹീദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ വഴിയിൽ ഷഹീദായി മരിക്കുന്നവരും ശുഹദാക്കൾ തന്നെ. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ 2 ഷഹീദുകൾ, ഒന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, അത് നല്ല ലക്ഷണമാണ്. അങ്ങനെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായതെങ്കിൽ ആ മരണം ഷഹീദിന്റെ മരണമാണ്. എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണ്, ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് മരിക്കുന്നത്, വീടുകൾ ഇടിഞ്ഞു വീണ് മരിക്കുന്നത്, ശുഹദാഇന്റെ കൂലി ലഭിക്കും. ഒരു സുനാമി പോലെയുള്ള ദുരന്തമുണ്ടായാൽ, വീടുകളും കെട്ടിടങ്ങളും ഒന്നാകെ തകരുമ്പോ, ഒരു ഭൂകമ്പമുണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആയിരക്കണക്കിന് പേർ അതിൽ ഷഹീദുകളാകുന്നുണ്ട്. ശുഹദാഉ ഇൻദല്ലാഹ്, നാളെ അല്ലാഹുവിന്റെ അടുത്ത് അവർ ഷഹീദാണ്. ദുനിയാവിൽ ഷഹീദ്, റിയൽ ഷഹീദും അതുപോലെ തന്നെ ഈ ലോകത്തെ ഷഹീദ്, പരലോകത്തെ ഷഹീദ്. ഷഹീദു ദുനിയ, ഷഹീദുൽ ആഖിറ, ഇങ്ങനെ 2 വിഭാഗമുണ്ട്. ദുനിയാവിലെ ഷഹീദാണെങ്കിൽ അവർ ഏത് വസ്ത്രത്തിലാണോ അവർ ഷഹീദായത് ആ വസ്ത്രത്തിൽ മറവ് ചെയ്യപ്പെടും. ലാ യുസല്ല, അവർക്ക് മയ്യിത്ത് നിസ്കാരം ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ മുങ്ങി മരിച്ച ആൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്, കെട്ടിടം വീണ് മരിച്ച ആൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്. യുദ്ധത്തിൽ മരിക്കുന്ന ഷഹീദിനുള്ള ആ പ്രത്യേകതകൾ ഈ ദുനിയാവിലില്ല, പക്ഷെ ആഖിറത്തിൽ ഷഹീദിന്റെ അതേ കൂലിയാണ് ഉണ്ടാവുക. അല്ലാഹു തആല ഇങ്ങനെയൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽപക്ക പ്രദേശങ്ങളിൽ, മഹല്ലുകളിലൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ടിരിക്കെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടോ അല്ലാതെയോ നിഫാസിലായിട്ട് മരിച്ചുപോയാൽ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി. ബിസബബി വലദിഹാ, പ്രസവിച്ചതിന്റെ ശേഷം കുഞ്ഞുണ്ടായത് കാരണത്താൽ, കുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഒരു ഉമ്മ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടിലോ കോംപ്ലിക്കേഷനിലോ പെട്ട് മരിച്ചുപോയാൽ, മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വളരെ പുണ്യമായ മരണമാണ്. നിഫാസിലായി മരിക്കുന്നത്, പ്രസവാനന്തരം മരിച്ചു പോകുന്ന ഉമ്മ, ആ ഉമ്മക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മർഅതു തമൂതു ബിജംഇൻ ഷഹീദത്തുൻ, പ്രസവ സംബന്ധമായ പ്രയാസത്തിൽ മരിക്കുന്ന പെണ്ണ് ഷഹീദത്താണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മാലിക് തങ്ങൾ മുവത്തയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽ മൗതു ബിൽ ഹർഖി, തീ പിടിച്ചു മരിക്കുന്നത്, തീജ്വാലകൾ പടർന്നു പിടിച്ചു മരിക്കുന്നത്, ബിൽഡിങ്ങിനോ മറ്റോ തീ പിടിച്ചു മരിക്കുന്നത് ഷഹീദിന്റെ കൂലി ലഭിക്കും. വദാതുൽ ജംബ്, ദാതുൽ ജംബ്, ശരീരത്തിൽ ആകമാനം നീര് വന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ബെഡ് റിഡനായി ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ, കൈകാലുകൾ കുഴഞ്ഞു പോയി നിൽക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് എത്രയോ അനുഭവം കാണാനും കേൾക്കാനും പറ്റും. പ്രഷർ കൂടിയിട്ട്, ഷുഗറിന്റെ വേരിയേഷൻ കൊണ്ട്, കൊളസ്ട്രോളിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ശരീരമാസകലം നിർജീവമായി നീര് വന്ന് തടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം വണ്ണം വെച്ച് നീര് സംബന്ധമായ പ്രയാസം കൊണ്ട് മരിക്കുന്നതും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മൗതു ബിദാഇസ് സല്ലി, ട്യൂബർകുലോസിസ് പിടിച്ചു മരിക്കുന്നത്, TB അസുഖം പിടിച്ചു മരിക്കുന്നത് ഷഹീദാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അൽ മൗതു ഫീ സബീലിദ് ദിഫാഇ അനിൽ മാൽ, ഒരു മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ ആ സമ്പത്ത് തടയാൻ വേണ്ടി പ്രതിരോധിച്ചാൽ അങ്ങനെ മരിച്ചു പോകുന്ന ആളും ഷഹീദ് തന്നെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ തോക്കുധാരികളായ ആളുകൾ വന്നെന്നിരിക്കട്ടെ, സമ്പത്ത് മോഹിച്ചുകൊണ്ട് എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്ന കാലമാണിത്. സമ്പത്തിന് വേണ്ടി ഒരു പാവം മനുഷ്യന്റെ വീട് റമദാനിന്റെ രാവിൽ, നമ്മുടെ തൊട്ടയൽപക്കത്തെ പ്രദേശങ്ങളിൽ ഓർമ്മയില്ലേ, റമദാനിലെ തറാവീഹും ഖിയാമും
ഖിയാമുല്ലയിലും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മുതലിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ആർത്തി പിടിച്ച് പാവമായൊരു മനുഷ്യനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത് അദ്ദിഫാഉ അനിൽ മാലി വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. സ്വന്തം കുടുംബത്തെ, ഭാര്യയെ ആരെങ്കിലും കയറി പിടിക്കാൻ വരുമ്പോ അവനെ തടയാൻ നിൽക്കുമ്പോൾ അതിന്റെ പേരിൽ മരിച്ചുപോയാൽ വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്. ഒരു മനുഷ്യന്റെ ദീൻ തടയാൻ വരുമ്പോ, ഒരു മനുഷ്യന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ ആ സമയത്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ മരിച്ചുപോയാൽ അവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്. സ്വന്തം ചോര ചിന്താൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ, സ്വന്തം തലയെടുക്കാൻ വരുമ്പോ, സ്വന്തത്തെ കൊല്ലാൻ വേണ്ടി വരുമ്പോ പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ അയാളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ ശുഹദാ ഒരുപാടുണ്ട്. വമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്ന ആളുമായി മൽപിടുത്തം നടത്തിയോ അല്ലാതെയോ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചു പോകുന്നവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽമൗതു അലാ അമലിൻ സാലിഹിൻ. ഇനി അതുമാത്രമല്ല, എത്രയോ നല്ല അടയാളമാണ്, എത്രയോ നല്ല ഒരു യാത്രാമൊഴിയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ ഭാഗ്യമുണ്ടാവുന്നത്. അൽമൗതു അലാ അമലിൻ സാലിഹിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്നഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സുറപ്പിച്ച ഒരാൾ പറഞ്ഞു മരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗമുറപ്പുണ്ട്. വമൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. നോമ്പുകാരനായി മരിക്കുകയാണെങ്കിൽ അയാൾക്കും സ്വർഗ്ഗം ഉറപ്പാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അവസാനമായി ചെയ്തത് ഒരു സ്വതക്കയാണ്, അവസാനം ചെയ്തതൊരു ദാനധർമ്മമാണ്. അങ്ങനെ ഒരു ദാനധർമ്മം ചെയ്ത് പിന്നീട് മരിക്കുകയാണുണ്ടായത്. ഒരു സ്വതക്കയാണ് അവസാനം ചെയ്തത്, അല്ലെങ്കിൽ നോമ്പുകാരനായിട്ടായിരുന്നു അവസാനം ഉണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതായിരുന്നു അവസാനം. ഇങ്ങനെ അവസാനം നന്മകൾ ചെയ്ത് മരിക്കുന്നതെല്ലാം നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ വുളു ഉണ്ടായിരിക്കെ മരിക്കുന്നത് ഏറ്റവും നല്ല അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പമാണ്. ഇപ്പൊ എല്ലാ പള്ളികൾക്കും എന്തുണ്ട്, വുളു എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. എല്ലാ പള്ളി ഒന്ന് വുളു മുറിഞ്ഞു, വേഗം വുളു എടുക്കുക. ബാത്റൂം പോയി ഒന്ന് വുളു എടുക്കുക. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമിഅതു ഖശ്ഫതൻ, ഞാൻ ചില കാലൊച്ചകൾ കേട്ടു. ആരാണതെന്ന് ചോദിച്ചപ്പോൾ ഫഇദാ ഹുവ ബിലാൽ, അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാണ്. മിഅ്റാജിന്റെ രാവിൽ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിലേക്ക് വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചു, ബിലാലേ ബിമ സബഖ്തനീ ഇലൽ ജന്നഹ്, നിങ്ങൾ എന്റെ മുമ്പേ സ്വർഗത്തിലെത്തിയല്ലോ ബിലാൽ, എന്തേ നിങ്ങൾ അങ്ങനെ എത്താൻ കാരണം? എന്റെ മുമ്പേ നിങ്ങൾ സ്വർഗത്തിൽ, അതിനർത്ഥം നബി തങ്ങളാണല്ലോ ആദ്യം സ്വർഗത്തിൽ കിടക്ക, പിന്നെ ബിലാൽ തങ്ങളായിപ്പോയോ എന്ന് സംശയം വന്നേക്കാം. അത് ദുഖൂലു തക്രീമിൻ എന്ന് പറഞ്ഞുകൂടാ. അത് നബി തങ്ങളുടെ പ്രവേശനമാണ്, ആദരവിന്റെ ആദ്യത്തെ പ്രവേശനം. പക്ഷേ ദുഖൂലു ഖിദ്മ, സ്വർഗത്തിൽ നബി തങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു വെക്കാൻ ആദ്യം ചെല്ലുന്നുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആദ്യം നേതാവ് വരുന്നതിന്റെ മുമ്പ് ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാൻ ആദ്യം കടന്നു ചെല്ലുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ നിങ്ങളെ ഞാൻ അവിടെ കണ്ടുവല്ലോ മിഅ്റാജിൽ, എന്തേ നിങ്ങൾ അങ്ങനെ എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്താൻ കാരണം? യാ റസൂലല്ലാഹ്, നബിയേ ഇദാ അഹ്ദസ്തു, എന്റെ വുളു മുറിഞ്ഞാൽ, ഞാൻ എപ്പോഴും വുളു മുറിഞ്ഞാൽ അതവല്ലാഹ്, ഞാൻ എപ്പോഴും വുളു മുറിഞ്ഞാൽ എന്ത് ചെയ്യും? വുളു എടുക്കും. വുളു മുറിഞ്ഞാൽ വുളു എടുക്കും. ഞാൻ വുളു എടുത്തു കഴിഞ്ഞാലോ ഞാൻ ചിന്തിക്കും, മിന്നലില്ലാഹി അലയ്യ കദാ വകദാ റക്അ. വുളു എടുത്താൽ പിന്നെ കുറച്ച് റക്അത്ത് നിസ്കരിക്കണമല്ലോ, അപ്പൊ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. വുളു മുറിഞ്ഞാൽ ഉടനെ ഞാൻ വുളു എടുക്കും. വുളു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ 2 റക്അത്ത് നിസ്കരിക്കും. ഇത് ഞാൻ പതിവാക്കാറുണ്ട് നബിയേ. ഹുവദാക്,
അതുതന്നെ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്താനെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. വാഹനം ഇന്നൊക്കെ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. ബൈക്കായിട്ടും സൈക്കിളായിട്ടും ഓട്ടോറിക്ഷയായിട്ടും ലോറിയായിട്ടും ബസ്സായിട്ടും കാറായിട്ടും എപ്പോഴും വുളു ഉണ്ടായിരിക്കുക. നമ്മുടെ റോട്ടിലൂടെയാണ് ഈ പോണത്. എന്താണ് ഈ റോഡ് എന്നൊക്കെ നമുക്കറിയാലോ. എങ്ങനെയാ മനുഷ്യന്മാർ വാഹനം ഓടിക്കുന്നത്? എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം. വുളു ഉണ്ടായിരിക്കുക. എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ വുളുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയേക്കും. ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെടുത്ത് ഓടുകയാണ്, ഓട്ടോറിക്ഷയിൽ പോവാണ്, വേഗം വുളു എടുക്കും. ഉമ്മ നീ വുളു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ പെങ്ങളെ നീ വുളു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിപ്പിച്ചു കൊടുക്കുക, വുളു കൊടുക്കുക. വുളു മുറിഞ്ഞോ ഉടനെ വുളു എടുക്കുക. എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കാന്ന് അറിയില്ലല്ലോ. കിടന്നുറങ്ങാൻ പോകും എന്ത് ചെയ്യാ? വുളു എടുക്കുക. ഇദാ തൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ. കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ വുളു എടുക്കുന്ന പോലെ വുളു എടുക്കണമെന്ന് റസൂലുള്ളാഹി. ഉറങ്ങാൻ നിൽക്കുകയാണ്, നിസ്കരിക്കാൻ പോകുമ്പോൾ എങ്ങനെ വുളു എടുക്കുക? അങ്ങനെ വൃത്തിയായിട്ട് വുളു എടുത്തിട്ട് റൂമിലേക്ക് ചെല്ലുക. അപ്പൊ നമ്മൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഭാര്യനെ തൊട്ടാ വുളു മുറിയലോ? മുറിഞ്ഞോട്ടെ. ഉറങ്ങിയ വുളു മുറിയില്ലേ? അതിന് പ്രയാസമില്ല. കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് വുളു ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ വിഷയം. വുളുവിന്റെ അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത്. കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ വുളുവിന്റെ അവസ്ഥയിൽ ചെല്ലണം. അത് തിരുനബിയുടെ സുന്നത്താണ്. ഇദാ അതൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ. അങ്ങനെ വുളുവിന്റെ അവസ്ഥയിൽ കിടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, മോശപ്പെട്ട പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളില്ല. പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ വുളു ചെയ്ത അവസ്ഥയിലാണ് ആ മനുഷ്യനെ സ്വീകരിക്കുന്നത്. എന്തോ ഒരു സൗഭാഗ്യമാണ്. അതൊക്കെ നല്ല മരണത്തിന് കാരണങ്ങളാണ്. ഹുസ്നുൽ ഖാതിമത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ആമീൻ യാ റബ്ബൽ. എത്രയോ ഷഹീദുമാർ, ഇപ്പറഞ്ഞ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയെല്ലാം ഷഹീദുകളാണ്. അൽ മബ്തൂൻ ഉലമാ പറയാ, ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് മരിക്കുന്നുണ്ടോ ഷഹീദാണെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിൽ, മബ്തൂൻ വയറിന്റെ മാത്രമല്ലെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ക്യാൻസർ വന്നു, ബ്രെയിൻ ട്യൂമർ വന്നു, ഷഹീദിന്റെ കൂലി കിട്ടും. നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുന്യാവ് തന്നെ നരകം കൊടുത്തു. അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹു സ്വർഗം കൊടുക്കാൻ, ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖമായിരിക്കും. നമുക്കറിയില്ലല്ലോ. അതിനൊക്കെ കൂലിയുണ്ട്. അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാർ, അവിടുത്തെ അനുചരന്മാർ, ഹബീബ് തങ്ങൾ തന്നെയും സ്വർഗം കണ്ടുകൊണ്ട് യാത്ര പുറപ്പെട്ടവരാണ്. ഹുസ്നുൽ ഖാതിമയുടെ ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. മഹാനായ ഹൻദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിലേക്ക് പോയവരാണ്. കല്യാണത്തിന്റെ അന്ന്, വിവാഹം കഴിഞ്ഞ അന്ന് പുതിയാപ്പിളയായി അറയിൽ കഴിഞ്ഞുകൂടേണ്ട നേരത്താണ് യുദ്ധത്തിന് വരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയുണ്ടായത്. ആ വിളിക്കുത്തരം കൊടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ കൂടെ കടന്നതിന്റെ ശേഷം ജനാബത്തിന്റെ കുളി പോലും കുളിക്കാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ശത്രുക്കൾ ഈ ദീനിനെതിരെ പടപൊരുതാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു മണിയറയിൽ നിന്ന് എഴുന്നേറ്റോടിയ പുതിയാപ്പിളയാണ് മഹാനായ ഹൻദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു തആല അൻഹു. അബൂ സുഫിയാൻ എന്നവരെന്ന മറുപക്ഷത്തുണ്ട് യുദ്ധത്തിൽ. അബൂ സുഫിയാൻ എന്നവരെ വധിക്കാൻ വേണ്ടി വാളെടുത്ത് ഓങ്ങി നിൽക്കുമ്പോഴാണ് ശത്രുപക്ഷത്ത് നിന്നും ശദ്ദാദ് ഇബ്നുൽ ഔസ് എന്ന് പറയുന്ന ആള് വന്ന് ഹത്താ ഖതലഹ്, ബഹുമാനപ്പെട്ടവരെ വധിക്കുന്നത്. മഹാനായ ഹൻദലത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായി വീഴുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും അവരുടെ പരിശുദ്ധമായ ജനാസ എടുക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ ഒരു മഴ പോലും പെയ്തിട്ടില്ലാത്ത യുദ്ധഭൂമിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ചുറ്റുവശത്തെവിടെയും മഴവെള്ളമില്ല, എവിടെയും വെള്ളമില്ല. ആരും വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഒരേ ഒരു ഷഹീദിന്റെ അരികത്ത് മാത്രം വെള്ളമുണ്ട്. മണ്ണിൽ മണ്ണാകെ വെള്ളം കുടിച്ചു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ ജനാബത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിച്ചു കൊണ്ടുപോയ സ്വഹാബിയാണ് ഹൻദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു തആല അൻഹു. എന്തോ ഒരു പോക്കാണത്, സ്വർഗ്ഗത്തിലേക്ക് പോയ പോക്കായിരുന്നു അത്. ഹൻദലത്ത് ഇബ്നു അബീ ആമിർ ഗസീലുൽ മലായിക, മാലാഖമാർ കുളിപ്പിച്ച ആളെന്നാണ് പേര്. എന്റെ സ്വന്തം ഭാര്യയുടെ കൂടെ കടന്ന് ഒന്ന് കുളിക്കാനുള്ള അവസരം പോലും കിട്ടുന്നതിന്റെ മുമ്പാണ് യുദ്ധത്തിലേക്ക് ഓടിയത്. പുതിയാപ്പിളെ താഴത്തേക്ക് വിളിച്ചാൽ കിട്ടുമോ? നമ്മള് പുതിയാപ്പിളരൊക്കെ അറയിൽ കയറിയിരുന്നാല്
യുദ്ധത്തിലേക്കാണ് ഈ പോയത്, യുദ്ധത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, എന്താ ഈമാനൊക്കെ. നമ്മളൊക്കെ സ്വഹാബത്തിന്റെ പേര് പറയാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ എന്ന് പേടിയായി പോയി. എന്താണ് ഇവരൊക്കെ ചെയ്ത്, നമുക്കൊക്കെ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളൊക്കെ എന്താ, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. വലിയ ഉത്തരവാദിത്തമാണ്, ഒന്നും ചെയ്തിട്ടില്ല. സ്വഹാബികളൊക്കെ ചെയ്ത ത്യാഗം കേൾക്കുമ്പോൾ എന്താ നമുക്കൊക്കെ പേടിയാവുകയാണ്. യാ അല്ലാഹ്, വസീലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളെ കുളിപ്പിച്ചത്. ഹൻദലത്ത് റളിയല്ലാഹു അൻഹുവിനെ വേറെ ഒരു സ്വഹാബിയുണ്ട്, അംറു ഇബ്നു സാബിത്തുൽ അസ്വീരി റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, സ്വർഗ്ഗത്തിലേക്ക് പോയി വലം യുസല്ലി ലില്ലാഹി സ്വലാതൻ ഖത്തു, ഒരിക്കൽ പോലും അല്ലാഹുവിനെ നിസ്കരിക്കാനുള്ള സമയം കിട്ടാത്ത ഒരു സ്വഹാബി. നിസ്കരിക്കാൻ നേരം കിട്ടിയിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നിസ്കാരത്തിന് നേരം കിട്ടിയിട്ടില്ല. ഏതാനും മണിക്കൂറുകളെ മുസ്ലിമായിട്ടുള്ളൂ. ഒരു നിസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പേ മുസ്ലിമായി ഉടനെ യുദ്ധത്തിലേക്ക്. അങ്ങനെ ഷഹീദായ സ്വഹാബിയാണ് അംറു ഇബ്നു സാബിത്തുൽ അസ്വീരി റളിയല്ലാഹു തആല അൻഹു. തന്റെ കുടുംബക്കാർ ഇസ്ലാമിനെതിരെ ബനു അബ്ദുൽ അഷ്ഹൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ആ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്ന മനസ്സുകൊണ്ട് മുസ്ലിമാണ്, പക്ഷേ നാട്ടുകാരോട് പറയാൻ പേടിയായിരുന്നു. അങ്ങനെ ഉണ്ടാവും ചില ഹിന്ദു സഹോദരന്മാർ. ഇസ്ലാമിനെ പറ്റി മനസ്സിലാവുന്നുണ്ടാവും, ഏതെങ്കിലുമൊക്കെ വാള് പ്രഭാഷണങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, കുടുംബങ്ങളെ പേടിച്ച് മുസ്ലിം ആവാൻ പേടിയാണ്, അങ്ങ് തുറന്നു പറയാൻ പേടി. നിസ്കരിക്കുന്നുണ്ടാവും വീട്ടുകാരറിയാതെ, അള്ളാഹുൽ വിശ്വാസമുണ്ട്, പക്ഷെ തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ മുസ്ലിമായ മഹാൻ അംറു ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു യുദ്ധക്കളത്തിൽ കിടക്കുമ്പോ ബനു അബ്ദുൽ അഷ്ഹൽ അവരുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഉണ്ടോ യുദ്ധക്കളത്തിൽ എന്ന് നോക്കി ഇങ്ങനെ വരുമ്പോ മഹാനായ ഈ സ്വഹാബിയുണ്ട് യുദ്ധക്കളത്തിൽ. എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു കടത്തം കണ്ടപ്പോ അവര് ചോദിച്ചു, യാ അംറു ഇബ്നു സാബിത്തെ, എന്താണ് നിങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വരാൻ കാരണം? എന്താണ് യുദ്ധത്തിലേക്ക് വരാൻ കാരണം? നിങ്ങൾ വന്നത് മുസ്ലിമീങ്ങളെ സഹായിക്കാനാണോ അതല്ല ഞങ്ങളെ സഹായിക്കുവാനാണോ? അദ്ദേഹം പറഞ്ഞു, ബൽ റഗ്ബതൻ ഫിൽ ഇസ്ലാം, ഞാൻ മുസ്ലിമായി വന്നതാണ്. ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് തുമ്മ ഖാതൽതു മഅ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പക്ഷം ചേർന്നാണ് യുദ്ധം ചെയ്തത്. ഹത്താ അസ്വാബനി മാ തറൗൻ, നിങ്ങൾ ഈ കാണുന്ന മുറിവുകളും അസുഖങ്ങളും ഒക്കെ എന്റെ ശരീരത്തിൽ കുത്തി തറച്ചത് ഞാൻ നബിക്ക് വേണ്ടി യുദ്ധം ചെയ്തതാണ്, അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു നിസ്കാരത്തിന്റെ സമയം പോലും ആകുന്നതിന് മുമ്പ് ഷഹീദായി മരിച്ചുപോയ മഹാനാണ് അംറു ഇബ്നു സാബിത്തുൽ അസ്വീരി റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളോട് കഥ പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു പോയത്, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഹുവ മിൻ അഹ്ലിൽ ജന്ന. അംറു ഇബ്നു സാബിത്തുൽ അസ്വീരി സ്വർഗ്ഗവാസിയാണ്, സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിന് അസുഖമുള്ള ഒരു സ്വഹാബിയുണ്ട്, അംറു ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. കാലിന് മുടന്തായിരുന്നു. ഉഹദ് യുദ്ധം വന്നപ്പോ മക്കള് വിട്ടില്ല, വാപ്പാ നിങ്ങൾ യുദ്ധത്തിന് വരരുത്, ഞങ്ങൾ പോകാം. ഉഹദ് യുദ്ധം വന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയേ എന്റെ മക്കളോ എന്നെ ബദറിലേക്ക് വിട്ടില്ല, ഉഹദിലെങ്കിലും എനിക്ക് വരണം നബിയേ. അംറു ഇബ്നുൽ ജമൂഹ്, നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ, നിങ്ങൾ എന്തിന് വരണം? അല്ല നബി, എനിക്കൊന്ന് വരണം. എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ, എന്റെ ഈ മുടന്തം കാലുകൊണ്ട് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്ന ആഗ്രഹമുണ്ട് നബിയേ. എന്നാ പോയിക്കോളൂ. എങ്ങനെ തടയാൻ പറ്റിയ? 70ഓളം വയസ്സെന്നായിട്ടുണ്ട് അംറു ഇബ്നുൽ ജമൂഹ് ഞങ്ങൾക്ക്. 70 വയസ്സ്, കാലിന് മുടന്തും, യുദ്ധത്തിന് പോവേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ. എനിക്ക് പോകണം നബിയേ, എന്റെ മുടന്തം കാലുകൊണ്ട് സ്വർഗം എനിക്ക് വേണം. അങ്ങനെ ഉഹദ് യുദ്ധത്തിലേക്ക് പോയി ഷഹീദായ സ്വഹാബിയാണ് അംറു ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. നെറ്റിയിൽ മുറിവ് തറച്ചിരുന്നു, ഒരമ്പ് തറച്ചു നെറ്റിയിൽ. ആ അമ്പ് ഇങ്ങനെ പിടിച്ച് പറിച്ചെടുത്ത് എടുക്കാൻ കിട്ടിയില്ല, ചോര വന്നു, കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച് അങ്ങനെ വഫാത്തായ സ്വഹാബിയാണ്, ഷഹീദാൻ ഈ മുടന്തുള്ള സ്വഹാബി അംറു ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല. സ്വഹാബത്ത് ഇങ്ങനെ മറവിയാം. ഉഹദിന്റെ താഴ്വര ഉംറക്ക് പോകുമ്പോൾ കാണുന്നില്ലേ ഉഹദിന്റെ താഴ്വര, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം, ശുഹദാ ഉഹദ് കിടക്കുന്ന ആ സ്ഥലം, അവിടെ നൂറുകണക്കിന് സ്വഹാബിമാർ കിടന്നിട്ടുണ്ട്, നൂറുകണക്കിന് സ്വഹാബിമാർ. മഹാനായ അംറു ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു
അവിടെ മറവ് ചെയ്യപ്പെട്ട സ്വഹാബിയാണ്. അവരുടെ കൂടെയുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളന്ന് ഉഹദിൽ ബഹുമാനപ്പെട്ട എന്റെ ഉപ്പയെയും ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും ഒരു ഖബറിലാണെന്ന് മറവ് ചെയ്തത്. കാരണം ഒരുപാട് ഖബർ ഒഴിക്കാൻ കഴിയില്ല, ഉറച്ച മണ്ണല്ലേ, ഉറച്ച പാറ പോലത്തെ നാടാണ്, ഒരുപാട് ഖബർ ഒഴിക്കാൻ പറ്റൂല. ഒന്നിലേറെ മയ്യിത്തുകളെ ശുഹദാക്കളെ ഒരു ഖബറിൽ മറവ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ കിടക്കുക, കൈ പിടിച്ചിട്ട് നിവരുന്നില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാപ്പയെ അബ്ദുല്ലാഹി തങ്ങളെ താഴെ കിടത്തി, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു മേലെ കിടത്തി. എന്തേ കാരണം എന്നറിയോ? കൈ നിവർത്തിയിട്ട് നിവരുന്നില്ല, കൈ ഇങ്ങനെ ഉറച്ചുപോയി. എൻ്റെ പരിചയം, എനിക്ക് വളരെ അറിയുന്ന ഒരാളുണ്ട് അവിടെ ഷാർജയിൽ. അദ്ദേഹം ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഷിപ്പിൽ ഫ്രീസറിൻ്റെ റൂം ഉണ്ടാവും, നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ പോലെ ഫ്രീസർ റൂമുകൾ. ഞാൻ ആ റൂം കണ്ടും ചെയ്തു. അദ്ദേഹം അന്നൊരിക്കൽ ആ റൂമിൽ കയറിയതാ എന്തോ സാധനം എടുക്കാൻ വേണ്ടി. റൂമിൻ്റെ വാതിലും അടഞ്ഞുപോയി. എങ്ങനെ വിളിച്ചിട്ടും ആരും കേൾക്കണില്ല. ഷിപ്പല്ലേ, അതിൻ്റെ ഒച്ചപ്പാടും ബഹളം. ജോലി ചെയ്യുന്ന ഡ്രിൽ, നമ്മുടെ ഈ ഓയിൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു കപ്പലാണത്. സുബ്ഹാനല്ലാഹ്, കൂടെയുള്ള പാകിസ്ഥാനികളും മറ്റു രാജ്യക്കാർ ആരും വന്നില്ല. അദ്ദേഹം പറയാൻ, ഞാൻ കയ്യും കാലൊക്കെ ഒന്ന് നീർത്തി വെച്ചിട്ട് അവിടെ കടന്നു. കാരണം ഫ്രീസറിൻ്റെ ഉള്ളിലാണ്, എങ്ങാനും മരിച്ചുപോയ കയ്യും കാലൊക്കെ ഉറച്ചു പോകില്ലേ, അപ്പോൾ പിന്നെ നിർത്തിയാൽ കിട്ടൂല. അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തിയിട്ട് കെലിമിൻ ചൊല്ലി ഒരൊറ്റ കടത്തം കടന്നു. ഞാൻ ആ റൂം പോയി കണ്ടുട്ടോ. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ്റെ ധൈര്യം അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇന്നും ആഫിയത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം അങ്ങ് തൃശ്ശൂർ ജില്ലക്കാരനാണ്. കടത്തം കടന്നു. അപ്പോഴുണ്ട് ഒരു പാകിസ്ഥാനി വന്ന് ഡോറാണ് തുറന്നു. എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം ഓടിയായിരുന്നു പുറത്തേക്ക്. സുബ്ഹാനല്ലാഹ്, സക്കറാത്ത് കടന്ന് അവസാന ശ്വാസം വലിക്കാൻ നിൽക്കാൻ അപ്പോൾ വന്നിട്ട് ഒരാൾ തുറന്ന് ഡോറുന്നു. അള്ളാഹു തആല മരിക്കാൻ നേരാക്കിയിട്ടില്ല, അള്ളാഹുവിൻ്റെ തീരുമാനമായിട്ടില്ല. ഇതന്നെ എന്തെന്നറിയോ? കുറച്ച് നേരം കഴിഞ്ഞാൽ ശരീരം ഉറച്ചു പോകും. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തണുത്തപ്പോൾ കൈ നെറ്റിയിലാണ്. കൈ പറിച്ചിട്ട് കിട്ടിയില്ല. കൈ ഇങ്ങനെ വലിച്ചു നോക്കി, കിട്ടിയില്ല. അങ്ങനെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് അവിടെ മുറിവാണ്, അവിടെ അമ്പ് തറച്ചതാണ്. ആ അമ്പ് തറച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി കൈ വലിച്ചപ്പോഴാണ് അങ്ങനെ കൈ പിടിച്ചിട്ടാണ് മരിക്കുന്നത്. ആ കൈ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തതെന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാൻ. എങ്ങനെ? നെറ്റിയിലാണ് കൈ. എൻ്റെ വാപ്പ താഴെ, അതിൻ്റെ മുകളിൽ അംർ ഇബ്നു ജമൂഹ് തങ്ങളുടെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് നിവർത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ മറവ് ചെയ്തു. 40 കൊല്ലം കഴിഞ്ഞ് മദീനയിൽ വലിയൊരു മഴ പെയ്തു. ആ മഴയിൽ ഒരുപാട് ഖബറുകൾ പുറത്തായി, മേലുള്ള മണ്ണൊക്കെ ഒഴിച്ചു പോയപ്പോൾ. 40 കൊല്ലം കഴിഞ്ഞു ഈ സംഭവം നടക്കുമ്പോൾ. ജാബിർ റളിയല്ലാഹു അൻഹു കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്, ഇപ്പൊ പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് ഒരിക്കലൂടെ ബാപ്പയെ കാണാൻ അവസരം ഉണ്ടായി. അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളെയും അള്ളാഹിന്റെ ശുഹദാ, അള്ളാഹുവിന് വേണ്ടി ഷഹീദാകുന്ന ആളുകൾ ആരെയും മണ്ണ് തിന്നുകയില്ലെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അള്ളാഹു ചെയ്തൊരു പണിയായിരുന്നു അത്. 40 കൊല്ലം കഴിഞ്ഞിട്ട് മഴ പെയ്തു. ഖബറിന്റെ മേലത്തെ മണ്ണൊക്കെ പോയപ്പോ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഖബർ പുറത്തായി. ആ തുണിക്കഷ്ണം എങ്ങനെയാണോ 40 കൊല്ലം മുമ്പ് മറവ് ചെയ്തത്, അതുപോലെ ശരീരത്തിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ട് അടിയിൽ കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ വാപ്പ, ജാബിർ തങ്ങളുടെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഒരു സംഭവം, ഒരു കുഴപ്പം പറ്റിയില്ല. വാപ്പ അവിടെ താഴെയുണ്ട്, മേലുണ്ട്. അംർ ഇബ്നു ജമൂഹ് തങ്ങൾ ഞങ്ങൾ രണ്ടാമത് ഒന്ന് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നു. കാരണം വസ്ത്രമൊക്കെ നീങ്ങിയല്ലോ, രണ്ടാമത് കഫൻ ചെയ്യണം. അപ്പോ പഴയ പോലെ 40 കൊല്ലം മുമ്പ് മറവ് ചെയ്തതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും സ്വഹീഹായി ഉച്ചരിച്ചിട്ടുള്ള സംഭവമാണിത്. കൈ ഇങ്ങനെ 40 കൊല്ലം മുമ്പ് പിടിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ. ആ കൈ ഞാനൊന്ന് വലിച്ചു നോക്കി, ഒന്ന് നീരോ എന്ന് വിചാരിച്ചിട്ട്, ഒന്ന് നിവർത്താൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ കൊണ്ടുപോവാണ്. ഞാൻ ആ കൈ ഇങ്ങനെ നെറ്റിന്നങ്ങ് വലിച്ചപ്പോൾ ആ മുറിവിൽ നിന്ന് ചോര പൊടിഞ്ഞു എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാം. ചോര വന്നു 40 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പൊ ഞാൻ കൈ അവിടെ തന്നെ വെച്ചു. അങ്ങനെ രണ്ടാമതും മറവ് ചെയ്യപ്പെട്ട സുഹാബിയാണ് ഈ പറഞ്ഞ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഈ മുടന്തം കാല കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് നബിയെ, എനിക്ക് അവസരം തരണം, ഞാൻ പോവുകയാണ് യുദ്ധത്തിലേക്ക്. അങ്ങനെ ഉഹദിലേക്ക് പോകണമെന്ന് നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ സുഹാബിയാണ് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അംർ ഇബ്നുൽ ജമൂഹ് അവരുടെ മുടന്തം കാല് കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത് എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു.
വേറൊരു സ്വഹാബിയുണ്ട് നബി തങ്ങൾക്ക്, ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്തൊരു സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവരെ, ബലീഉൽ അർളി, ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞ സ്വഹാബിയാണ്. ബലീഉൽ അർള്, മറവ് കഫൻ ചെയ്യേണ്ടി വന്നിട്ടില്ല, കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല, ഖബർ കുഴിക്കേണ്ടി വന്നിട്ടില്ല. ഭൂമി ഖബറിലേക്ക് എടുത്തു കൊണ്ടുപോയി ശത്രുക്കളാൽ വധിക്കപ്പെട്ട മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുവന്ന ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് പകരം തൂക്കുകയറിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിട്ടുതരാം, ഇപ്പോൾ വിട്ടയക്കാം. ഇങ്ങനെ തൂക്കുമരത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ എന്തിന്? മുസ്ലിമായതിന്റെ പേരിൽ ക്രൂശിക്കുകയാണ്. ശത്രുക്കൾ ചോദിച്ചു, ഖുബൈബ്, ഈ തൂക്കുകയറിന്റെ താഴെ നിങ്ങൾക്ക് പകരം മുഹമ്മദ് നബി ആവണമെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞാൽ, നബിയെ കൊണ്ടുവരുന്നു വേണ്ട, അത് നീ പറഞ്ഞാൽ ഞങ്ങൾ റിലീസാക്കി തരാം. ഞാൻ പറയൂല. എന്റെ വീട്ടിൽ ഞാൻ എന്റെ മക്കളോടൊപ്പം ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോ എന്റെ നബിയുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും എനിക്കത് പൊരുത്തമല്ല എന്ന് പറഞ്ഞപ്പോ ഇഞ്ചിഞ്ചായി വധിക്കാൻ തയ്യാറായി ശത്രുക്കൾ. ബഹുമാനപ്പെട്ടവരെ ചോദിച്ചു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ? നിസ്കരിച്ചോളൂ. അവസാനത്തെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാറുണ്ട് അറബികൾ. അങ്ങനെ അവസാനത്തെ 2 റക്അത്ത് നിസ്കരിക്കാൻ. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഞാൻ മരണത്തെ പേടിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറയില്ലായിരുന്നുവെങ്കിൽ ഈ നിസ്കാരം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയേനെ. പക്ഷെ നിങ്ങൾ പറയും മരിക്കാൻ പേടിയായിട്ട് ഖുബൈബ് ഇങ്ങനെ നീട്ടി നിസ്കരിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്റെ നിസ്കാരം അവസാനിപ്പിക്കുന്നത്. വല്ലാഹി ലൗലാ അൻ തഹ്സിബു അന്നമാ ബി ജസഉൻ ലസിത്തു. നിങ്ങൾക്ക് ഈ തോന്നൽ വരില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് എന്റെ റബ്ബിനോട് നിസ്കരിക്കുമായിരുന്നു. അല്ലാഹുമ്മ അഹ്സിഹിം അദദാ, ഈ ശത്രുക്കളെ നീ എണ്ണം കുറക്കണേ. വഖ്തുൽഹും ബദദ, അവരെ നീ നശിപ്പിക്കണേ. വലാ തുബ്ഖി മിൻഹും അഹദാ, ആരെയും വെച്ചേക്കല്ലേ എന്ന് പാട്ടുപാടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിലായി ബഹുമാനപ്പെട്ടവരെ വധിച്ച് താഴെ കിടക്കുകയാണ്. മറവ് ചെയ്യണോ, എവിടെയെങ്കിലും കൊണ്ടുപോയി എറിയണോ എന്ന് ശത്രുക്കൾ ഇങ്ങനെ തീരുമാനിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും മയ്യത്ത് കാണാനില്ല. ബലീഉൽ അർളി, ഭൂമി ആ പരിശുദ്ധമായ ശരീരം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ബലീഉൽ അർള്, ഭൂമി വിഴുങ്ങിക്കഴിഞ്ഞ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹുസ്നുൽ ഖാത്തിമ, ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഏറ്റവും മനോഹരമായി യാത്ര പറയാൻ കഴിഞ്ഞ മഹത്തുക്കളാണ്. മഹാനായ സഅദ് ബിൻ റബീഉൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഉഹദ് യുദ്ധ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞയച്ചു സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ, സഅദ് ബിൻ റബീഇനെ ഒന്ന് കാണണം, ഒന്ന് കണ്ടുപിടിക്കണം. സഅദ് ബിൻ റബീഇനെ കണ്ടാൽ ചോദിക്കണം, ഇൻ റഅയ്തഹു ഫഅഖ്രിഹു മിന്നി സലാം. യുദ്ധം നടക്കുമ്പോ നബി തങ്ങൾ പറയാ ആരോട്? സയ്യിദ് ബിൻ സാബിത്ത് തങ്ങളോട്, നിങ്ങൾ സഅദ് ബിൻ റബീഅ എന്ന സ്വഹാബിയെ കണ്ടാൽ എന്റെ ഒരു സലാം പറഞ്ഞേക്കണം. അത് മാത്രല്ല, റസൂലുള്ളാഹി നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, കൈഫ തജിദുക, എന്താണ് നിങ്ങളുടെ വർത്തമാനം, എന്താണ് വിശേഷം എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് ചോദിക്കണം. ആരോട്? സഅദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട്. സയ്യിദ് ബിൻ സാബിത്ത് എന്ന നബി തങ്ങളുടെ പുണ്യ സ്വഹാബി ഉഹദിന്റെ യുദ്ധക്കളത്തിൽ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോ ആരെയും കാണുന്നില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങകലെ ദൂരത്ത് കിടക്കുന്നുണ്ട്. 70ഓളം വെട്ടുകളുണ്ട് ആ ശരീരത്തിൽ, 70ഓളം വെട്ടുകളുണ്ട്. ആ നേരത്ത് ശരീരത്തിൽ റൂഹ് ബാക്കിയുണ്ട്. ഞാൻ ചോദിച്ചു, യാ സഅദ്, സഅദേ, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ അലൈക സലാം, നബി തങ്ങൾ നിങ്ങളോട് സലാം പറയുന്നുണ്ട് സഅദേ. വയഖൂലു ലക, അങ്ങയോട് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി കൈഫ തജിദുക, എങ്ങനെയുണ്ട് വിശേഷം, എന്താണ് വിശേഷം എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ. ആരാണിതൊക്കെ? ലോകത്തിന്റെ ഗുരുവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യൻ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ മണം പിടിച്ചാണ് ഈ ലോകത്തോട് യാത്ര പറയുക എന്ന് കാലേ കൂട്ടി കണ്ട നബിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് വിശേഷം സഅദേ, നബി ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, അലാ റസൂലില്ലാഹി സലാം, എന്റെ സലാം നബിയോട് പറഞ്ഞേ
കേൾക്കണം. നബിയോട് ഒന്നുകൂടെ പറയണം, യാ റസൂലല്ലാഹ്, നബിയേ അജിദു റീഹൽ ജന്ന, എനിക്ക് സ്വർഗത്തിന്റെ മണം വരുന്നുണ്ട് എന്നെന്റെ നബിയോട് പറയണം. സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്. അജിദു റീഹൽ ജന്ന, ഈ ഉഹദിന്റെ താഴ്വരയിൽ, ഈ ഉഹദിന്റെ യുദ്ധക്കണത്തിൽ 70ഓളം മുറിവേറ്റ് കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് പറയാൻ ഏൽപ്പിക്കുന്നത്, അജിദു റീഹൽ ജന്ന, സ്വർഗം ഞാൻ മണക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ മണം വരുന്നുണ്ട്. എന്റെ അൻസ്വാരികളായ കൂട്ടുകാരോട് പറയണം, നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ 2 കണ്ണുണ്ടെങ്കിൽ എന്റെ ഹബീബിന് നബി തങ്ങൾക്കൊരു പോർല് പോലും ഏൽപ്പിക്കല്ലേ. ഞാൻ പോവുകയാണ്. 2 കണ്ണുകളുണ്ടെങ്കിൽ ഹബീബിനെ നോക്കി നിൽക്കണേ. ഹബീബിനെ ശത്രുക്കൾ വകവരുത്താൻ നോക്കിയേക്കും. ഹബീബിനെ നിങ്ങൾ കാക്കണമേ എന്ന് അവസാനം സ്വന്തം നാട്ടുകാരോട് ഉപദേശിക്കുകയും സ്വർഗത്തിന്റെ മണം പിടിച്ച് ലോകത്തോട് വിട പറയുകയും ചെയ്ത മഹാനായ സഅദ് ബിൻ റബീഉൽ അൻസാരി റളിയല്ലാഹു അൻഹു. എന്തോരം നല്ല മരണങ്ങൾ! ഇതൊക്കെയാണ് യാത്രാമൊഴികൾ. ഇവരാണ് ലോകത്തിന് മാതൃക കാണിച്ചു പോയ ഹബീബിന്റെ സ്വഹാബികൾ. സ്വർഗം മണത്തു കൊണ്ടുപോവാൻ, സ്വർഗം വാസനിച്ചു കൊണ്ടുപോയ സഅദ് റളിയല്ലാഹു അൻഹു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. സ്വർഗമുണ്ട് എന്ന് സന്തോഷിച്ചോളൂ എന്ന് മാലാഖമാർ ഈ നല്ല ആളുകളോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ആ വാസന കണ്ടുപോയ സ്വഹാബിയാണ് സഅദ് ബിൻ റബീഉൽ അൻസാരി റളിയല്ലാഹു അൻഹു. വേറൊരു സ്വഹാബിയുണ്ട് നമുക്കറിയുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വഫാത്തായി ഖബറിലേക്ക് വെക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അവിടെ ആരോ ഓതുന്ന പോലെ കേൾക്കുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തി പൂണ്ടിരിക്കുന്ന ശരീരമേ, അല്ലാഹുവിൽ ശാന്തി നിർഭരമായിരിക്കുന്ന ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മഹാനായ നബി തങ്ങളുടെ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിയും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവും എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ ആത്മശാന്തി പൂണ്ട ആത്മാവേ ഇങ്ങോട്ട് പോരിൻ, സ്വർഗത്തിലേക്ക് പോരിൻ, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് വരുവിൻ എന്നിങ്ങനെ ആരോ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കഷ്ണം കിട്ടി, ഒരു കടലാസ് പോലത്തൊരു കഷ്ണം ഖബറിൽ നിന്ന് നോക്കുമ്പോൾ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശരീരമേ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന വിളിച്ചു പറയലിനെ സമർത്ഥമാക്കുന്ന ഒരു എഴുത്തതിൽ കിടക്കുന്നുണ്ട്, ഹാദാ ഫിദാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിലില്ല എന്ന് ഇത് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് എന്ന് സ്വഹാബിമാർക്കെടുത്ത് വായിക്കാൻ കഴിഞ്ഞു. ആ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് യാത്ര. ഈ യാത്രക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്ന. അല്ലാഹു നമുക്കത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്ത് ഈ ലോകത്തോട് നല്ല നിലയ്ക്ക് എങ്ങനെ യാത്ര പറഞ്ഞു പോകാൻ കഴിയും? എവിടെയാണ് പ്രശ്നം വരിക? ആർക്കാണ് ഹുസ്നുൽ ഖാത്തിമത്ത് നഷ്ടപ്പെടുന്നത്? നമുക്കതൊക്കെ ആ വഴിയൊക്കെ ചർച്ച ചെയ്യാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ുടെയും താബിഈങ്ങളുടെയും ഒക്കെ ആ ഒരു നല്ല മരണങ്ങൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. വളരെ മനോഹരമായി മരിച്ചുപോയ ആളുകൾ, നല്ല നിലയ്ക്ക് യാത്ര പറഞ്ഞു പോയവർ ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ ഷഹീദായി മരിച്ചുപോയവരൊക്കെ കാണും. അല്ലാഹു അവരെ നമ്മളെയൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു അഅറാബി മുസ്ലിമായി വന്നിരിക്കുകയാണ്. ഹിജ്റ പോകുന്ന സമയത്ത് തന്നെ മുസ്ലിമായി. അങ്ങനെ അവർ ഹിജ്റ കഴിഞ്ഞ് മദീനയിലെത്തി. അവിടെ ഒരു എക്സ്പെഡിഷൻ നടക്കുമ്പോൾ അതിൽ ചില ഗനീമത്ത് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അപ്പൊ ഈ സ്വഹാബിക്കും കിട്ടണം ഒരു ഓഹരി. പക്ഷെ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം ആടുകളെ മേച്ച് നടക്കുന്ന ഒരു ആട്ടിടയനാണ്. ബഹുമാനപ്പെട്ട ആ സ്വഹാബി, അറാബിയായ ഒരു സാധുവായ മനുഷ്യൻ, ബഹുമാനപ്പെട്ടവർ നബിയുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ ഗനീമത്തിന്റെ സ്വത്ത് കൊടുക്കിൻ. അപ്പൊ ആളുകൾ അത് കൊടുത്തു. അദ്ദേഹം അതും പിടിച്ച് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹാദാ, ഇതെന്താ നബിയേ?
പറഞ്ഞു, എല്ലാവർക്കും വീതിച്ചു കൊടുത്തത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളിവിടെ ഇല്ലായിരുന്നു, അത് നിങ്ങളുടേതാണ്. ഇതിനല്ല നബിയെ ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്തത്, ഈ പൈസക്ക് വേണ്ടിയല്ല നബിയെ ഞാൻ മുസ്ലിമായത്. നബിയെ ഞാൻ മുസ്ലിമായത് വലാകിൻ ഇത്തബഅതുക അലാ അൻ ഉർമാ ഹാഹുനാ ഫഅമൂത ഫഅദ്ഖുലൽ ജന്നഹ്. നബിയെ ഞാൻ മുസ്ലിമായത് എന്റെ ഈ ചങ്കിലേക്ക് അമ്പെറിയപ്പെടുകയും കുന്തമെറിയപ്പെടുകയും അങ്ങനെ ഞാൻ അല്ലാഹുവിന് വേണ്ടി ചോര ചിന്തി മരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ സ്വർഗത്തിൽ പോവാനാണ് നബിയെ ഞാൻ അങ്ങയുടെ കൂടെ മുസ്ലിമായത്. ഞാൻ മുസ്ലിമായത് പൈസക്ക് വേണ്ടിയല്ല, എനിക്കിത് വേണ്ട നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക. നിങ്ങൾ അല്ലാഹുവിനോട് സത്യമാണ് ഈ പറയുന്നതെങ്കിൽ അത് സത്യമായി അല്ലാഹു നിങ്ങൾക്ക് പുലർത്തി തരും. നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണോ? അല്ലാഹു സത്യമായി പുലർത്തി തരും. മുസ്ലിമായത് ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർന്ന് സ്വർഗത്തിലേക്ക് പോവാനാണെങ്കിൽ അത് അല്ലാഹു നിങ്ങൾക്ക് തരും, നിങ്ങൾ സത്യമാണ് ഈ പറഞ്ഞതെങ്കിൽ. ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുകല്ലാഹ്. നിങ്ങൾ ഈ പറയുന്ന സത്യമാണെങ്കിൽ അല്ലാഹു നിങ്ങളോട് ഇത് സത്യമായി പുലർത്തി തരും. അങ്ങനെ അങ്ങ് എഴുന്നേൽക്കുകയാണ്. ഒരു യുദ്ധം നടക്കുന്നു. ആ സ്വഹാബി ഓടുന്നു. ഹബീബായ നബി തങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ യുദ്ധം ചെയ്യാൻ വന്ന ശത്രുക്കളോട് പടപൊരുതാൻ ഒരുങ്ങി പുറപ്പെട്ട മഹാനായ ഈ അറാബിയായ സ്വഹാബി, ഒരുപാട് ആളുകൾ ഷഹീദായ ശേഷം സ്വഹാബികൾ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. ചങ്കിൽ ഒരു അമ്പ് തറച്ചിട്ടുണ്ട്. നബി ചോദിച്ചു, അഹുവ, അത് അയാളാണോ? ആ നേരത്തെ പറഞ്ഞു പോയ ആളാണോ? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയേ, ആ സ്വഹാബി തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. സ്വദഖല്ലാഹ ഫസദഖഹ്. അല്ലാഹുവിനോട് സത്യം പറഞ്ഞപ്പോൾ അത് അല്ലാഹു സത്യമായി പുലർത്തി കൊടുത്ത ആളാണത്. അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞിരുന്നു, നബിയേ, ഈ പൈസ എനിക്ക് വേണ്ട, ഗനീമത്ത് സ്വത്തൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് രക്തസാക്ഷിത്വമാണെന്ന് എന്നോട് പറഞ്ഞപ്പോ, എന്റെ ഈ കഴുത്തിൽ അമ്പ് തറച്ച് മരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞിരുന്നു ആ സ്വഹാബി, ഇത് സത്യമാണ്, നിങ്ങൾ ഖൽബിൽ തൊട്ട് പറയാണെങ്കിൽ അല്ലാഹു ഇത് സാധിപ്പിച്ചു തരുമെന്ന് ഞാനും മറുപടി പറഞ്ഞു. ആ സ്വഹാബിയാണ് ഈ വന്നിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ വന്നിരിക്കുന്നത്. സ്വദഖല്ലാഹ ഫസദഖഹു. അല്ലാഹുവിനോട് സത്യം പറഞ്ഞപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ സത്യമായി പുലർത്തി കൊടുത്തു. ആ സ്വഹാബിയെ നബി തങ്ങൾ മറവ് ചെയ്തത് നബി തങ്ങളുടെ കുപ്പായത്തിലാണ്. തങ്ങളുടെ കുപ്പായം അറിയിച്ചു കൊടുത്ത് ആ കുപ്പായത്തിലാണ് സ്വഹാബിയെ കഫൻ ചെയ്യുന്നത്. നബി തങ്ങളാണ് ബഹുമാനപ്പെട്ട ആ സ്വഹാബിയുടെ എല്ലാ മരണാനന്തര കർമ്മങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് സ്വഹാബിക്ക് വേണ്ടി നബി ദുആ ചെയ്തു കൊടുക്കുന്നു. അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഹിജ്റ ചെയ്തു വന്ന ഒരു സ്വഹാബിയാണ് നബിയേ ഇത്. അല്ലാഹുവേ, ഇത് നിനക്ക് വേണ്ടി ഹിജ്റ ചെയ്തു വന്ന ഒരു സ്വഹാബിയാണ്. അല്ലാഹ് വഖുതില ഷഹീദ വഅന അലൈഹി ഷഹീദ്. ഷഹീദായി മരിച്ചിരിക്കുന്നല്ലാഹ്, ആ ഷഹീദാണെന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖബറിലേക്ക് നബി തങ്ങളുടെ കയ്യാൽ എടുത്തു വെച്ചു കൊടുത്ത ഒരു സ്വഹാബിയുടെ ചരിത്രം മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഇമാമുനാ നസായി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുനനിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വദഖല്ലാഹ് ഫസദഖഹുല്ലാഹ്. അല്ലാഹുവിനോട് സത്യം പറഞ്ഞപ്പോൾ ആ വാക്കുകൾ അല്ലാഹു സത്യമായി പുലർത്തി കൊടുക്കുകയാണ്. ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണമാസന്നമാവുന്നു. അദ്ദേഹം കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാണ് ഈ കരച്ചിൽ? ഖാല മാ അബ്കീ ജസഅൻ മിനൽ മൗതി വലാ ഹർസൻ അലാ ദുനിയാ. ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചുകൊണ്ടോ ഇവിടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് കൊതിച്ചുകൊണ്ടോ അല്ല. വലാകിൻ അബ്കി, ഞാൻ കരയുന്നത് അലാ മാ യഫൂതുനി മിൻ ളമഇൽ ഹവാജിർ. ഉച്ചനേരത്തെ ആ ഒരു ദാഹം എനിക്ക് കിട്ടില്ലല്ലോ. ചൂടുകാലത്ത് സുന്നത്ത് നോമ്പ് വെക്കുക, ഇത് മുഅ്മിനീങ്ങളുടെ പതിവായിരുന്നു. ഇന്നത്തെ പോലൊക്കെ ചൂടുള്ള സമയത്ത്, ചൂട് സമയം ദാഹിക്കുന്ന ഏറ്റവും ശരീരത്തിന് ദാഹം തോന്നുന്ന സമയമാണ് ആ നേരത്ത് സുന്നത്ത് നോമ്പ്.
അത് ചെയ്തിരുന്നു മഹാന്മാരായ. എന്തിനെന്നറിയോ? നാളെ പരലോകത്തെ ചൂടിൽ രക്ഷ കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഇവിടെ ഒരു ചൂട് സഹിക്കുക, ശരീരം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ. അങ്ങനെ ഒരു ത്യാഗം ഇനി മരിച്ചുപോയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും നല്ല മഴ പെയ്യുന്ന തണുപ്പുള്ള രാവുകളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനും മരിച്ചാൽ കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണെന്ന് പറഞ്ഞ മഹാനാണ് ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ പിടിച്ചത് അങ്ങനെ. നമ്മൾ പറഞ്ഞു, പഠിച്ചോനെ എന്റെ കുട്ടീന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, കുഴിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പൊ ആകെ 2 മാസമല്ലേ ആയിട്ടുള്ളൂ, പഠിച്ചോനെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാണോ? അവര് പേടിക്കണത് റബ്ബേ ഇനി ആ ഉച്ച നേരത്ത് നോമ്പ് വിൽക്കാൻ കഴിയില്ലല്ലോ മരിച്ചുപോയാൽ. ആ തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ ശരീരം കടന്നുറങ്ങാൻ മൂടി പുതച്ച് കിടക്കാൻ ഒരുപാട് കൊതിക്കുന്ന നേരത്ത് തണുത്ത വെള്ളം കൊണ്ട് ഒളു എടുത്ത് നിനക്ക് വേണ്ടി ഉറക്കമൊളിച്ച് നിസ്കരിക്കാൻ ഇനി മരിച്ചാൽ സാധ്യമല്ലല്ലോ. ഇങ്ങനെയാണ് അവർ പേടിച്ചത്. മരിക്കുന്ന നേരത്തെ ചിന്തയും അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ സത്തകളാണ്. ഈ ചരിത്രങ്ങളൊക്കെ ജീവിതത്തിന്റെ സത്തകൾ. ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതം എടുത്താൽ അതിന്റെ അവസാനമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഹുസ്നുൽ ഖാത്തിമത്ത് നൽകുമാറാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഉണ്ട്. മുബാറക് എന്നവരുടെ മകൻ, മുബാറക് എന്ന മഹാമനുഷ്യന്റെ മകൻ. അതൊരു വലിയ ചരിത്രമാണ്. അത് നിങ്ങൾ ആ ചരിത്രം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മുബാറക് എന്ന് പറയുന്നത് അദ്ദേഹം എത്യോപ്യക്കാരനായ ഒരു അടിമയായിരുന്നു. മുബാറക് എന്നവര് അദ്ദേഹം ഒരു മുതലാളിക്ക് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മൂസ ബിൻ മറിയം എന്നാണ്. അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു മുതലാളി മൂസ ബിൻ മറിയം. ഈസ ബിൻ മറിയം നബിയാണ്, പക്ഷെ മൂസ ബിൻ മറിയം എന്ന ഇവരുടെ പേര്. അദ്ദേഹത്തിന്റെ അടിമയായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ആര്? മുബാറക് എന്ന് പറഞ്ഞ ആള്. മുന്തിരിത്തോട്ടമാണ് ജോലി. മുതലാളി 3.5 വർഷം കഴിഞ്ഞ് വന്നിട്ട് തോട്ടത്തിലേക്ക് വന്നിട്ട് മുബാറക്കിനോട് പറഞ്ഞു, മുബാറക്കെ നല്ല മധുരമുള്ള മുന്തിരി കൊണ്ടുവാ. അപ്പൊ ഒരു കൊല മുന്തിരി കൊടുത്തു. നല്ല പുളി, ഇത് പുളിയാണ്, മധുരമുള്ളത് കൊണ്ടുവാന്ന്. അപ്പൊ വേറൊന്ന് കൊണ്ടു കൊടുത്തു, അതും പുളി. മുബാറക്ക് പുളിയും മധുരം നിനക്കറിയില്ലേ, ഒരു മധുരമുള്ള ഒരു കൊല കൊണ്ടുവാ, എനിക്ക് ഇപ്പൊ കഴിക്കാൻ. വേറൊന്ന് കൊണ്ടുകൊടുത്തു, അതും പുളിയാണ്. അപ്പൊ ചോദിച്ചു, മുബാറക്കെ ഇതെന്താണ് കഥ? പറഞ്ഞു, ഇതിലെ പുളിയും മധുരവും അറിയണമെങ്കിൽ ഞാനൊന്ന് രുചിച്ചു നോക്കണ്ടേ. നിങ്ങൾ എന്നോട് ഈ തോട്ടം നോക്കാനല്ലേ ഏൽപ്പിച്ചത്, ഇതിലെ മുന്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ തിന്നു നോക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്, എനിക്കറിയില്ല. അങ്ങനെയുണ്ടോ കച്ചവടക്കാർ, കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ? അങ്ങനെയുണ്ടോ? മുതലാളിമാർ ഏൽപ്പിച്ചത് മാത്രം, അതിനപ്പുറം ചെയ്യൂല, അതിനപ്പുറം ഒരു 5 പൈസ എടുക്കൂല, അതിനപ്പുറം 5 പൈസ കൈപ്പറ്റൂല. സത്യസന്ധമായി ചെയ്യുന്ന കച്ചവടം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് മഹാനായി മനുഷ്യൻ ചിന്തിക്കുന്നത്, തന്റെ സുന്ദരിയായ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇതിലും പറ്റിയ ചെറുപ്പക്കാരനുണ്ടോ? മുബാറക്കിനോട് ചോദിച്ചു, മുബാറക്കെ എന്റെ പൊന്നുമോൾ, സുന്ദരിയായ എന്റെ മകളെ, അവളെ കല്യാണം കഴിക്കാൻ യോഗ്യനായ ആൾ ആരാണ്? ആർക്കാണ് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? നിന്റെ അഭിപ്രായം എന്ത്? മുബാറക്ക് എന്നവര് പറഞ്ഞു, ഇസ്ലാമിന്റെ മുമ്പ് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നതൊക്കെ പേരും പ്രശസ്തിക്കും വേണ്ടിയാണ്. ഇസ്ലാം വന്നു, അതൊക്കെ നിർത്തി. ഇസ്ലാം അത് പൊളിച്ചെഴുതുകയുണ്ടായി. ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഭംഗി നോക്കിയിട്ട്, ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് സമ്പത്ത് മോഹിച്ചിട്ട്, മുസ്ലിമീങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് അവരുടെ മതബോധം നോക്കിയിട്ട്. ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തെ പിൻപറ്റുന്നുവോ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. മറുപടിയാണ് ഈ പറഞ്ഞത്. എന്റെ മോൾ ആർക്ക് കെട്ടിച്ചെടുക്കേണ്ടത്? ഇസ്ലാമിന്റെ മുമ്പ് തറവാട് നോക്കി കെട്ടാറുണ്ട്. ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കാറുണ്ട് വെറും ഭംഗി നോക്കിയിട്ട്, ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, മുസ്ലിമീങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് ഒരു മനുഷ്യന്റെ ദീൻ നോക്കിയിട്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിങ്ങൾ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുവോ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. അപ്പൊ എന്താ ചെയ്യാ? മുബാറക്കെ എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മോളോട് ചോദിക്കുന്നു, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മോളോട് ചോദിച്ചു. നമ്മൾ ഇന്നത്തെ പെൺകുട്ടികളെ പോലെയല്ല, ആദ്യം ഉറപ്പിച്ചു വെക്കുന്ന കുട്ടികളല്ല. പെൺകുട്ടികൾ ആദ്യം ഉറപ്പിച്ചു വെക്കുക, വാപ്പിമ്മയല്ലല്ലോ ഉറപ്പിക്കണത്. ഇപ്പൊ ഓലെ ഉറപ്പിച്ചു വെച്ചു, എന്നിട്ട് പിന്നെ തരിക, ഇന്ന സ്ഥലത്ത് ഇന്ന ചക്കനാണോ, അവന്റെ പേര് ഇതാണ്, അഡ്രസ്സ് ഇതാണ്, വേണേ വിളിച്ചോളി. ഓളതൊന്നും ചെയ്തിട്ടില്ല, നല്ല മോളാണ്. ആ മോളോട് ചോദിച്ചു, മോളെ വാപ്പാക്ക് നിന്നെ മുബാറക്കിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മോൾക്കത് ഇഷ്ടമാണോ? വാപ്പാ ഹൽ റദീതഹു ലി, എനിക്ക് വേണ്ടി പുതിയാപ്പിളയായി മുബാറക്കിനെ അങ്ങ് ഇഷ്ടപ്പെട്ടുവോ? ആ മോളെ, അവൻ സത്യസന്ധനാണ്,
സത്യസന്ധനാണ്, സത്യസന്ധതയുള്ള ആളാണ്. ഇന്ന് ആൾക്കാർക്ക് അന്ന് പൈസ വേണ്ടത്, സത്യസന്ധത കൊണ്ടൊന്നും കാര്യമില്ല. ദീനണോ 5 വക്ത് നിസ്കരിക്കണ്ട അല്ലെ, കീശയില് 4 കാശില്ല, സുബ്ഹാൻ, അതൊക്കെയാണ് പരാതി. ഇതാണ് ദീനാണ് നോക്കേണ്ടത് എന്ന് ശരീഅത്ത് പറയാം. നമ്മൾ പറയാം അത് വേണ്ട. സുബ്ഹാനല്ലാഹ്, പിന്നെ എങ്ങനെ ഈ ഉമ്മത്തിന് ഖൈറുണ്ടാവുക? അങ്ങനെ ആ മോള് ചോദിച്ചു, ഉപ്പാ മുബാറക്കിനെ എനിക്ക് പുതിയാപ്പിളയെ അങ്ങ് സ്വീകരിക്കാൻ അങ്ങക്ക് തൃപ്തിയാണോ? ഞാൻ മോളെ, ഉപ്പാക്ക് തൃപ്തിയാ. ഉപ്പാക്ക് തൃപ്തിയാണെങ്കിൽ എനിക്കും തൃപ്തിയായി ഉപ്പ എന്ന് പറഞ്ഞ മോളാണ് മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആ മോളെ കല്യാണം കഴിച്ചു. മുബാറക് എന്നവരെ അടിമയായ മുബാറക് എന്നവരെ മോചനം ചെയ്ത് സ്വതന്ത്രനാക്കുകയാണ് ഉണ്ടായത്. ആ മോളിൽ, ആ ഭാര്യയിൽ ജനിച്ച മകനാണ് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ആ വലിയ വലിയ മഹാ മനുഷ്യന്റെ മകൾക്ക്, ആ ത്യാഗം ചെയ്ത വാപ്പാക്ക് ജനിച്ച മോനാണ് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. ലോകത്തോട് വിട പറയുമ്പോ, മരിക്കാൻ പോകുമ്പോ യാത്രാമൊഴി ചൊല്ലി അവസാനത്തെ വാക്ക് ചൊല്ലി ലോകത്തോട് വിട പറയുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ഓതിയത്, സൂറത്തു സ്വാഫാത്ത്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഈ ദിവസത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടവരൊക്കെ പ്രവർത്തിക്കേണ്ടത്. ഈ നാളിന് വേണ്ടിയാണ്, ഈ നേരത്ത് ചിരിക്കാൻ വേണ്ടി. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ നേരത്ത് ഞാൻ പോകുന്ന പോലെ പോകാനാണല്ലോ പരിശ്രമിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു. മഹാനായ സരിയുസ് സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ അരികത്തേക്ക് ചെന്നു. ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി സരിയുസ് സഖ്തിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഫഅൻശഅ യഖൂൽ, ഒരു പാട്ടുപാടി, കൈഫ അഷ്കു ഇലാ തബീബി യമാ ബി വല്ലദീ ബി അസ്വാബനി മിൻ തബീബി. ഞാൻ എങ്ങനെയാണ് എന്റെ ഡോക്ടറെ പറ്റി പരാതി പറയാ? എന്റെ ഡോക്ടറാണല്ലോ എനിക്ക് ഈ അസുഖം തന്നത്. എന്റെ ഡോക്ടറെ കുറിച്ച് എനിക്ക് പരാതി പറയാൻ കഴിയില്ലല്ലോ. മരിക്കുമ്പോ വിഷമുണ്ടാവില്ലേ? അവിടെ വേദന ഉണ്ട്, ഇവിടെ വേദന ഉണ്ട്, എനിക്കത് എന്റെ കാല്, ഇതൊക്കെ പറയാൻ തോന്നും. ഞാനത് പറയില്ല. എന്റെ ഡോക്ടറാണ് എനിക്കിതൊക്കെ തന്നത്, എന്റെ ഡോക്ടറോട് ഞാൻ പരാതി പറയൂല എന്ന് പറഞ്ഞ മഹാനാണ് സരിയുസ് സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ആളുകളൊക്കെ വന്ന് ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ ഡോക്ടറെ കണ്ടോ? ഹൽ റആക തബീബ്, ഡോക്ടർ വന്ന് കണ്ടിട്ടുണ്ടോ? മെഡിസിൻ എഴുതി തന്നിട്ടുണ്ടോ? ആ കണ്ടു, എന്റെ ഡോക്ടർ കണ്ടു. എന്നിട്ട് എന്തേ ഡോക്ടർ പറഞ്ഞത്? എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ഇത് ഏത് ഡോക്ടറെ കുറിച്ചാണ് ഈ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ പരാതി പറയില്ലല്ലോ. മരിക്കുന്ന സമയത്ത് പരാതി പറയാൻ മഹത്തുക്കൾ ഇഷ്ടപ്പെടാറില്ല. അത് ചെയ്യുന്നു ശരി. എങ്ങനെ റബ്ബിനോട് പരാതി പറയാൻ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരെ, നബിതങ്ങളോട് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ, സിദ്ദീഖ് എന്നവർക്ക് ആഫിയത്തും സലാമത്തും നേരണം, അല്ലാഹുവിന്റെ സലാമുണ്ടെന്നും പറയണമെന്ന് പറഞ്ഞു. എന്തേ ജിബ്രീലെ ഇത്രക്ക് പ്രത്യേകിച്ച് എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, 6-7 വർഷമായില്ലേ, ബഹുമാനപ്പെട്ടവർ വലിയ വിഷമത്തിലാണ്, വല്ല ക്ഷമയിലാണ്. അപ്പോ അത് അള്ളാഹുവിന് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ വിളിച്ച് ചോദിച്ചു, സിദ്ദീഖേ, അല്ലാഹു യുഖ്രിഉക സലാം, അല്ലാഹു നിങ്ങളോട് സലാം പറയുന്നുണ്ട്. സിദ്ദീഖ്, 7 കൊല്ലമായി നിങ്ങൾ ചെയ്ത ത്യാഗം എന്താന്ന് ചോദിച്ചു. നബിയെ, 7 കൊല്ലമായി എനിക്ക് പല്ലുവേദനയായിരുന്നു. നിങ്ങളത് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ സിദ്ദീഖേ, എനിക്ക് പല്ലുവേദന ഉണ്ട്. നമ്മളൊക്കെ എത്ര ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടാവും 7 കൊല്ലത്തിനിടക്ക് മാറാത്ത പല്ലുവേദനയാണെങ്കിൽ? സിദ്ദീഖ് എന്നവരെ 7 കൊല്ലമായി നിങ്ങൾ എന്നോടത് പറഞ്ഞില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് നിങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? കൈഫ അഷ്കുൽ ഹബീബ്,
എങ്ങനെയാണ് നമ്മുടെ മെഹബൂബിനെ പറ്റി പരാതി പറയാ? അള്ളാഹു നമ്മുടെ മെഹബൂബല്ലേ, അള്ളാഹു നമ്മുടെ ഇഷ്ടപ്പെട്ടവനല്ലേ, എന്റെ റബ്ബനെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അങ്ങയോട് കൈഫ അഷ്കുൽ ഹബീബ ഇലൽ ഹബീബ്, മെഹബൂബായ അള്ളാഹുവിനെ സംബന്ധിച്ച് മെഹബൂബായ അങ്ങയോട് എനിക്ക് പരാതി പറയാൻ പറ്റൂ നബിയെ? ഞാൻ അതുകൊണ്ട് മിണ്ടാതിരുന്നതാണ്, ഞാൻ അത് ക്ഷമിച്ചു, എന്റെ റബ്ബിനെ പറ്റി പരാതി പറയാൻ പറ്റില്ലല്ലോ. സ്വഹാബിമാർ അങ്ങനെയാണ്. ഒന്നുകൂടെ മനസ്സിലാക്കാൻ, ഒരു സ്വഹാബിയുണ്ട്, നബി തങ്ങളുടെ സ്വഹാബിമാരിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഉടുക്കാനുള്ള വസ്ത്രം ഒരു ജോഡിയേ ഉള്ളൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ ഓടിപ്പോകുന്ന സ്വഹാബിയെ എല്ലാവരും കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഹാബി പെട്ടെന്ന് ഓടിച്ചെല്ലും. എന്തിനെന്നറിയോ? ആ സ്വഹാബി ചെന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രം കൊടുത്തിട്ട് തന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ആ വസ്ത്രം ധരിച്ചിട്ട് വേണം ഭാര്യയ്ക്ക് ശരീരം മറയുന്ന അവസ്ഥയിൽ നിസ്കരിക്കണമെങ്കിൽ ആ വസ്ത്രം കൂടെ കിട്ടണം. അങ്ങനെ ഓടിപ്പോകുന്ന സ്വഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷിച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പോകുന്നത്, എന്താ നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോകുന്നത്? ആദ്യം പറഞ്ഞു കൊടുത്തില്ല, ഒന്നുമില്ല നബിയെ, എന്നാലും പറഞ്ഞേക്കണം, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഉള്ള വസ്ത്രമാണ് എൻ്റെ ശരീരത്തിലുള്ളത്. ഇത് ഞാൻ അവൾക്ക് കൊടുത്ത് അവൾ പൂർണ്ണമായി ഔറത്ത് മറച്ച് അവൾക്ക് നിസ്കരിക്കണമെങ്കിൽ എൻ്റെ വസ്ത്രം വേണം നബിയെ. തങ്ങൾ അപ്പോഴേക്കപ്പോഴേ, നമ്മളുണ്ടല്ലോ ചില റിലീഫ് കമ്മിറ്റികളൊക്കെ, ചില ആളുകൾ പെട്ടെന്ന് ആളുകൾക്ക് സഹായം ചെയ്തെടുക്കുന്നത്, സ്വഹാബികളെ സഹായിച്ചേക്കണം, അദ്ദേഹത്തിന് വസ്ത്രം വേണം, എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞു. കൊടുത്തു, എല്ലാവരും കൊടുത്തു. അങ്ങനെ കുറച്ച് വസ്ത്രമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തേന്ന് വരാൻ നേരം വൈകിയല്ലോ എന്ന് ചോദിച്ചു. ഇതാ കുറച്ച് വസ്ത്രം കണ്ടില്ലേ? പറഞ്ഞു, അശകൗതൽ ഹബീബ് ഇലൽ ഹബീബ്, മെഹബൂബായ അള്ളാഹിനെ പറ്റി നിങ്ങൾ നബി തങ്ങളോട് പരാതി പറഞ്ഞല്ലേ? അള്ളാഹു നമുക്ക് വസ്ത്രം തന്നിട്ടില്ല, നിങ്ങൾ നബിനോട് പരാതി പറഞ്ഞോ? ഇങ്ങനെ ചോദിക്കുന്ന പെണ്ണുങ്ങളല്ലേ നമുക്ക് വേണ്ടത്? അത് പോരാ, ഇത് പോരാ, അത്ര വേണം, ഇത്ര വേണം എന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടി മനസ്സിലാക്കി. ഇതും ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. ഹൽ ശകൗതൽ ഹബീബ ഇലൽ ഹബീബ്, മെഹബൂബായ അള്ളാഹുവിനെ പറ്റി നിങ്ങൾ പരാതി പറഞ്ഞോ നബി തങ്ങളോട്? നമുക്ക് വസ്ത്രമില്ല എന്ന്, അള്ളാഹു തന്നില്ല, അള്ളാഹു തന്നിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ നബിയോട് നിങ്ങൾ പരാതി പറഞ്ഞോ? എന്നിട്ട് വസ്ത്രമായിട്ട് വന്നിരിക്കണോ? ഇത് വേണ്ടില്ലായിരുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള പരാതി നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. നമുക്കത് സഹിച്ചുകൂടിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന സുഹാബിമാർ, എന്ന് പഠിപ്പിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ. മരിക്കാൻ പോകുന്ന നേരത്തും പരാതി പറയൂല. സരിയുസ് സഖത്തി റഹ്മത്തുള്ളാഹി അലൈഹി വേദന കൊണ്ട് വിഷമിച്ച് മരിക്കാൻ കിടക്കുമ്പോ എന്റെ ഡോക്ടറായ അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ പറയില്ല, വല്ലദീ ബി അസ്വാബനി മിൻ തബീബി, എനിക്ക് വന്ന പ്രയാസം എന്റെ ഡോക്ടറാൽ വന്നതാണ്, എനിക്ക് എന്നെ ചികിത്സിക്കുന്നവൻ തന്നെ തന്നതാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഡോക്ടറെ സംബന്ധിച്ച് പരാതി പറയില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അള്ളാഹുവിൽ പരിപൂർണ്ണ തൃപ്തിയോടുകൂടെ കണ്ണടച്ച് യാത്രാമൊഴി ചൊല്ലിപ്പോയ സരിയുസ് സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി കിടക്കുന്നു. മരിക്കാൻ കിടക്കുമ്പോ ആളുകൾ പറഞ്ഞു, ശിബിലി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ ചൊല്ലണം എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവസാനത്തെ വാക്കായി മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നിബിതങ്ങളുടെ സന്തോഷ വാർത്തയാണത്. അള്ളാഹു അഭാഗ്യം നൽകുമാറാകട്ടെ. ഒരാൾ സംസാരിച്ചത് 4 കൊല്ലം മുമ്പാണെന്ന് വിചാരിക്കുക, അതിനുശേഷം പിന്നെ മിണ്ടിയിട്ടില്ല, ഉമ്മ ആ കിടപ്പ് കടന്നതാണ്. ആ 4 കൊല്ലം മുമ്പ് അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണോ? മതി. ഉമ്മ സംസാരിച്ചിട്ടില്ല, പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് രോഗികൾക്ക് പ്രയാസം വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉമ്മയോ വാപ്പയോ ആരാ മരിക്കുന്നത്, അവര് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചൊല്ലിപ്പിക്കണ്ട. ഇനി വേറെന്തെങ്കിലും വർത്തമാനം പറഞ്ഞു പോയാൽ ഒന്നുകൂടെ ചൊല്ലിപ്പിക്കുക. അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറഞ്ഞ് വർഷങ്ങളോളം കടന്നു മരിച്ചാലും ഈ പുണ്യം കിട്ടുമെന്നാണ്. മഹാനായ അല്ലാമ ശിബിലിയോട്, ബഹുമാനപ്പെട്ടവരോട് ആളുകൾ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവിൻ. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എന്തിനാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുന്നത്? ബഹുമാനപ്പെട്ടവർ പാട്ടങ്ങ് ചൊല്ലിയത്, ഇതൊക്കെ എന്റെ കൽബിൽ കിടക്കുന്നുണ്ട്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ഗൈറു മുഹ്താജിൻ ഇലാ സുറുജി. ചില വാക്കുകൾ നമുക്ക് പരിചയമുള്ള വാക്കാണ്, മൗലിദിന്റെ കിതാബുകൾ കാണുന്ന വാക്കാണിത് അല്ലേ? ഇന്ന ബൈതൻ അൻത സാകിനുഹു ഗൈറു മുഹ്താജിൻ ഇലാ സുറുജി وجهك المأمول حجتنا يوم يأتي الناس بالحجج
ലാ അതാഹല്ലാഹു ലീ ഫറഹൻ യൗമ അദ്ഉ മിൻക ബിൽ ഫറജി. അല്ലാഹുവേ, നിന്നെ സംബന്ധിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിലുള്ള ഈ ഖൽബിന് ഇനി വേറെ ഒരു വിളക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നിങ്ങൾ എനിക്കിങ്ങനെ ഓർമ്മിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, ഇതെന്റെ മനസ്സിലുണ്ട്. ആരാണ് ശിബ്ലി തങ്ങളെന്നറിയോ? അന്നൊരിക്കൽ ഭാര്യ കുറച്ച് പൈസ കൊടുത്ത് പറഞ്ഞയച്ചതാ അല്ലാമ ശിബ്ലി തങ്ങളെ ഇറച്ചി വാങ്ങിക്കൊണ്ടുവരാൻ. പൈസയും വാങ്ങി പോന്ന് ഇറച്ചി കൊണ്ടുവരുമ്പോൾ അന്നൊന്നും പാക്കില്ലല്ലോ, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാ വരുന്നത്. അപ്പോഴേക്കൊരു കഴുകൻ കൊത്തിപ്പറിച്ചും കൊണ്ടുപോയി, വലിയ ഇറച്ചി കഷ്ണം. ഭാര്യയാണെങ്കിൽ വല്ലാതെ നാവുള്ള ഭാര്യയാണ്, അവള് തന്ന പൈസയുമാണ് ആക്കാൻ പറ്റും. പിന്നെ അറബികളെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളടുത്ത പെണ്ണുങ്ങളും പോയാവില്ല. ബഹുമാനപ്പെട്ട ശിബ്ലി തങ്ങൾ പറഞ്ഞ് ഇവരേക്ക് പോണില്ല, ഇറച്ചി കൊണ്ടുവരാൻ തന്ന പൈസ ഇറച്ചി കഴുകൻ കൊണ്ടുപോയി, കയ്യിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ പൊത്തിപ്പറച്ചിന് കൊണ്ടുപോയി. ഇനി ഞാൻ വീട്ടിലില്ല, നേരെ പോയി അള്ളാന്റെ വീട്ടിലേക്ക്. ദുഹർ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്, ആൾക്കാരൊക്കെ ചോറ് കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ശിബ്ലി തങ്ങൾ പോയില്ല. അശ്ര നിസ്കാരം വരെ പള്ളിയിലിരുന്നു. അശ്ര നിസ്കാരം കഴിഞ്ഞപ്പോൾ തോന്നി ഇനി പെരേക്ക് പോയേക്കാം, പെണ്ണിന്റെ ചൂടൊക്കെ തണുത്തിട്ടുണ്ടാവും. ഉച്ചക്ക് കറി വെക്കാനുള്ള ഭക്ഷണത്തിന് പറഞ്ഞയച്ചതാണല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി, പൈസയും പോയി ഇറച്ചിയും പോയി. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാതിൽ തുറന്നപ്പോ ഭാര്യ നല്ല മൂഡിലാണ്. ഭക്ഷണം തരട്ടേന്ന് ചോദിച്ചു. എന്ത് ഭക്ഷണോ? അതെ, നല്ല മാംസക്കറിയുണ്ട്. എവിടുന്ന് കിട്ടിയ ഇറച്ചി? അതിന്റെ കഥയൊന്നും പറയണ്ട, നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ട് 2 കഴുകന്മാർ വലിയൊരു ഇറച്ചി കഷ്ണം പിടിച്ച് കളിക്കണ്, അത് താഴെ വീണു, ഞാനതെടുത്ത് കറി വെച്ചിട്ടുണ്ട്. ശിബ്ലി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഹമൽത അന്നിൽ ലഹം. പടച്ചവനെ, ആ മാംസം ഞാൻ ചുമന്നു കൊണ്ടുവരേണ്ടതിന്റെ പകരം ശിബ്ലിയുടെ കയ്യിൽ നിന്ന് പക്ഷിയെ കൊണ്ട് എടുപ്പിച്ചിട്ട് എനിക്ക് വേണ്ടി വീട്ടിൽ കൊണ്ടുകൊടുത്ത പടച്ചവനെ, യാ റബ്ബി ലക്കൽ ഹംദ് യാ അല്ലാഹ്. നിന്റെ ശുക്രിന്, ഈ നന്ദി, ഈ ഉപകാരത്തിന് എങ്ങനെ ഞാൻ നന്ദി ചെയ്യും പടച്ചവനെ? ശിബ്ലി ഞാൻ കൊണ്ടുപോകേണ്ടത്, ശിബ്ലിയുടെ കയ്യാൽ ചുമന്നു കൊണ്ടുപോകേണ്ടത് ശിബ്ലി കൊണ്ടുപോകണ്ട, നിങ്ങൾ പള്ളിക്ക് പോയിക്കോ, ഇത് ഞാൻ വീട്ടിലെത്തിച്ചോളാം എന്ന് പറഞ്ഞ് പക്ഷിയെ പറഞ്ഞയച്ച പടച്ചവനെ. ഈ മഹാനാണ് അല്ലാമ ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവരായി ഈ വാക്ക് പറഞ്ഞത് എനിക്കിങ്ങനെ ചൊല്ലിത്തരണ്ടേ, ഇതെന്റെ മനസ്സിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ റാഹത്ത് തന്നെയാണ് പോണത് എന്ന് യാത്ര പറഞ്ഞു പോയ അല്ലാമ ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. മഹാനായ അഹ്മദ് ബിൻ ഖുറവൈഹി റഹ്മഹുല്ലാഹ് മരിക്കാൻ കിടക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, എങ്ങനെയുണ്ട് അവസ്ഥ? കണ്ണിങ്ങനെ നിറഞ്ഞു, കണ്ണുകൾ ഇങ്ങനെ നനയാണ്. അപ്പോ ബഹുമാനപ്പെട്ടവര് കരയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവര് പറയുന്നത്, യാ ബുനയ്യ, മോനെ, 95 വർഷമായി ഞാൻ മുട്ടിക്കൊണ്ടിരുന്ന വാതിൽ തുറക്കുകയാണിവിടെ. ബാബുൻ കുൻതു അദുഖുഹു 95 സന. 95ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് മഹാനായ അഹ്മദ് ബിൻ ഖുറവൈഹി. 95 വർഷമായി ഞാൻ മുട്ടി തുറപ്പിക്കാൻ പോന്നിരുന്ന ഈ വാതിൽ എനിക്കിപ്പോൾ തുറക്കപ്പെടുകയാണ്. ലാ അദ്രി അയഫ്തഹു ബിസ്സആദ അവ അശ്ഖാവ ഫആന ലി അവാനുൽ ജവാബ്. ഈ വാതിൽ തുറക്കാൻ വേണ്ടി ഞാൻ 95 കൊല്ലമായി മുട്ടുന്നു. ആ വാതിൽ തുറക്കപ്പെടുകയാണ്. ഇനി ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കുമോ നരകത്തിലേക്കായിരിക്കുമോ? ഈ വിളിയാളത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാനായ അഹ്മദ് ബിൻ ഖുറവൈഹി റഹ്മഹുല്ലാഹ് മരണത്തെ സ്വീകരിക്കുകയാണ്. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ ചെന്നു മഹാനായ മുസ്നി തങ്ങള്. ഇമാം ഷാഫിഈ തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ, കൈഫ അസ്ബഹ്ത യാ അബാ അബ്ദുല്ലാഹ്, എങ്ങനെയുണ്ട് ഇമാം ഷാഫിഈ, എങ്ങനെയുണ്ട് അവസ്ഥ? അസ്ബഹ്തു മിനദ് ദുനിയാ റാഹില, ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോവുകയാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖ, എൻ്റെ കൂട്ടുകാരോട് ഞാൻ യാത്ര പറയട്ടെ. വലിസൂഇ അമലി മുലാഖിയ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഞാൻ കാണാൻ പോകുന്നു. വലികഅസിൽ മനിയതി ശാരിബ, മരണത്തിന്റെ ചഷകം ഞാൻ കുടിക്കാൻ പോകുന്നു. വഅലല്ലാഹി വാരിദ, എൻ്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് ഞാൻ നടന്നു ചെല്ലുന്നു. വലാ അദ്രി അറൂഹി തസീറു ഇലൽ ജന്നതി ഫഉഹന്നിഹാ, എൻ്റെ ആത്മാവ് പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണോ? എൻ്റെ ആത്മാവിനെ ഞാൻ ആശംസിക്കണോ? അം ഇലന്നാരി ഫഉഅസ്സിഹാ, എൻ്റെ ആത്മാവ് പോകുന്നത് നരകത്തിലേക്കാണോ? ആ ആത്മാവിനോട് അനുശോചനം അറിയിക്കണമോ? ഇത് പറഞ്ഞിട്ട് മനോഹരമായ കവിതകൾ ചൊല്ലിയിട്ടുണ്ട് ഇമാമുന ശാഫിഈ തങ്ങൾ.
മരണനേരത്തെ ഇമാം ഷാഫി തങ്ങൾ ഹുജ്ജത്തുൻ ഫിൽ ലുഗ, അറബി ഭാഷയിലെ തെളിവാണ് ഇമാം ഷാഫി തങ്ങളുടെ വാക്കുകൾ. വലമ്മാ ഖസാ ഖൽബി ضاقت مذاهبي جعلت رجائي نحو عفوك سلما تعاظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما. അല്ലാഹുവേ, എന്റെ ഖൽബ് കുടുസാവുകയും എന്റെ മനസ്സ് ഞെരുക്കമാവുകയും എന്റെ മുമ്പിൽ വഴികൾ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ നേരത്ത് നിന്റെ പരിശുദ്ധമായ മാപ്പും നിന്നിലുള്ള പ്രതീക്ഷയും കോവണിപ്പടികളായി ഞാൻ നാട്ടിവെക്കട്ടെ. അല്ലാഹ് തആലമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫൂക അഅളമ. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, പക്ഷെ അത് നിന്റെ മാപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ നീ തരുന്ന മാപ്പാണല്ലോ എന്റെ തെറ്റിനേക്കാളും വലുത്. ഫമാ സിൽത ദാ അഫ്വിൻ അനിൽ ദംബി ലം തസൽ തജൂദു വതഅഫു മിന്നതൻ വതകറമ ولولاك لم يغو بإبليس عابد فكيف وقد أغوى صفيك آدم. അല്ലാഹുവേ, നീ പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വരട്ടെയോ. അഹ്സിനു ളന്ന ബിറബ്ബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ നന്നാക്കണം. മരിക്കാറാകുമ്പോൾ നല്ല ചിന്തകൾ. എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും മരിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു പുറത്തു തരുമെന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു മാപ്പാക്കി തരും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും, അല്ലാഹുവിന്റെ പരീക്ഷയിൽ നിരാശരാവല്ലേ, അല്ലാഹു റഹ്മത്ത് ചെയ്യും എന്നാണ് രോഗിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. രോഗിയോട് പറയേണ്ടത് ആശ്വാസത്തിന്റെ വാക്ക്. എപ്പോഴും അല്ലാഹു പുറത്തു തരും, അല്ലാഹു സമാധാനാക്കി തരും, അല്ലാഹു റാഹത്തിലാക്കി തരും എന്നിങ്ങനെ രോഗിയോട് പറഞ്ഞു കൊടുക്കണം. അഹ്സിനു ളന്ന ബിറബ്ബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് പറഞ്ഞ ഹദീസാണിത്. അവിടുന്ന് വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് അഹ്സിനു ളന്ന ബിറബ്ബിക്കും, അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചോളി, അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചോളിൻ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കും, അല്ലാഹു മാപ്പ് തരുമെന്ന് പ്രതീക്ഷിക്കും. എന്നിട്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ചെല്ലണേ എന്ന് പറയാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ നേരം നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ, ആ നേരം അല്ലാഹു നമുക്ക് ഖൈറാക്കി തരുമാറാകട്ടെ. വളരെ മോശപ്പെട്ട് മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും ആവശ്യം നമ്മുടെ അഖീദ നന്നാവലാണ്, നമ്മുടെ വിശ്വാസം നന്നാവലാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും തിരുനബിയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസവും അല്ലാഹു അൻബിയായിലും മുർസലീങ്ങളിലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലും ഒക്കെയുള്ള നമ്മുടെ വിശ്വാസം, ഈമാൻ ഘനപ്പെട്ടതാക്കി അല്ലാഹു നമ്മുടെ ഈമാൻ പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഈമാൻ ഉള്ളവർ നാളെ രക്ഷപ്പെടും, ഉറപ്പാണ്. പക്ഷെ ഈമാൻ എന്ന കണ്ടീഷൻ ഉണ്ട് അവിടെ, നമുക്കത് ഉണ്ടോ എന്ന് ആലോചിക്കണം. അല്ലാഹു നമുക്ക് തരട്ടെ. പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർ, പലിശ തിന്നാത്തവർ, ഹറാമായ സമ്പാദ്യം കൊണ്ടു നടക്കാത്തവർ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയാ, അത്തഖ്വ കുല്ലു തഖ്വ. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സംബന്ധിച്ച് സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ, നല്ല മനുഷ്യനാണോ അല്ലേ എന്നറിയേണ്ടതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയൻ അയ്യഅലം മാ യദ്ഖുലു ജൗഫ. വായയിലൂടെ കടന്നു പോകുന്നത് എന്താണെന്ന് അറിയലാണ്. ഞാൻ ഈ തിന്നുന്നത് ഹലാലാണോ അതോ ഹറാമാണോ. സമ്പത്ത് അപഹരിച്ചവർ, സമ്പത്ത് മോഷ്ടിച്ചവർ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ക്രയവിക്രയം നടത്തിയവർ നാളെ രക്ഷപ്പെടൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങളോടുകൂടെ യുദ്ധത്തിൽ വന്ന ഒരു സ്വഹാബിയുടെ ഒരു അനുചരന്റെ നബിതങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു ഗുലാം, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നബിതങ്ങളോടുകൂടെ മടങ്ങി വരികയാണ്. അവര് ഒരു സ്ഥലത്ത് തമ്പടിച്ച് വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇമാം സ്വഹീഹിൽ ഇമാമാർ ഉദ്ധരിച്ചിട്ടുള്ള വളരെ അത്ഭുതകരമായ ഹദീസാണിത്. നബിതങ്ങളും സ്വഹാബികളും വിശ്രമിക്കാൻ കിടക്കുക. നബിതങ്ങളുടെ ഒട്ടകം അതിന്റെ ജീനി വിരിച്ച്, ഒട്ടകത്തിന്റെ വിരിപ്പ് വിരിച്ച്, ഒട്ടക കട്ടിൽ ഫിറ്റ് ചെയ്ത് നബിതങ്ങൾക്ക് കയറിയിരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന നബിതങ്ങളുടെ ഒരു അനുചരൻ മൗല, നബിതങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ഖാദിം. സ്വഹാബികളെല്ലാം യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കെ വളരെ തളർന്നവശരായി കിടന്നുറങ്ങുമ്പോ നബിതങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ശത്രുവിനാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതോ ഒരു ശത്രു ഒളിഞ്ഞിരുന്ന ഒരു അമ്പെയ്തു ഈ ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക്. അവിടെ കിടന്ന് മരിക്കുകയാണ്.
സ്വഹാബികൾ മുഴുവനും ഉറപ്പിച്ചു സ്വർഗ്ഗത്തിലേക്കുള്ള പോക്കാണിത്. ഹനീഅൻ ലഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള പോക്കാണല്ലോ ഈ പോകുന്നത്, സ്വർഗ്ഗത്തിലേക്കാണ്. സ്വഹാബിമാർ മുഴുവനും ആശീർവദിച്ചു. ഹനീഅൻ ലഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള പോക്കാണിത്. നബി തങ്ങൾ പറഞ്ഞു ഹുവ ഫിന്നാർ, നരകത്തിലാണല്ലോ ഇയാൾ, നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? എന്തേ കാരണം? നരകത്തിലാണെന്ന് തങ്ങൾ പറയാൻ കാരണം സ്വഹാബികൾ ഉറപ്പിച്ചു. വരുന്നത് യുദ്ധത്തിൽ നിന്ന് ശത്രുവിനാൽ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടതോ നബിതങ്ങളുടെ ഒട്ടകം നബിതങ്ങൾക്ക് ശരിപ്പെടുത്തി കൊടുക്കുകയും നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുക മരിച്ച ആള്. എന്നിട്ടും നരകത്തിലോ? എന്തു പറ്റി നബിയെ? എന്താണ് നബിയെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫീ ശംലത്തിൻ ഗല്ലഹാ യൗമ ഖൈബർ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ അന്ന് ഒരു മേൽവസ്ത്രം ഗനീമത്ത് സ്വത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഈ സഹാബി, ഈ ചെറുപ്പക്കാരൻ. ഒരു ഫീ ശംലത്തിൻ ഗല്ലഹാ, ഒരു വസ്ത്രം. ശംല എന്ന് പറഞ്ഞ ഒരു മേൽത്തട്ടം, ഇതുപോലെയുള്ള ഒരു തട്ടം യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്തിൽ നിന്ന് കിട്ടിയപ്പോൾ നബിയുടെ സമ്മതം വാങ്ങിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ ഓഹരി വെക്കപ്പെടേണ്ട ഈ സമ്പത്ത് ആരാരും അറിയാതെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ലതസ്തഇലു അലൈഹി നാറാ, ആ മോഷ്ടിച്ചെടുത്ത ആ വസ്ത്രം ഇയാളുടെ മേൽ തീയായി നരകമായി ആളിപ്പിടിച്ച് കയറുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മേൽത്തട്ടം. അപ്പോഴാണ് ഒരു സ്വഹാബി ഓടി വന്നത്, നബിയെ, ഏതോ ഒരു യുദ്ധത്തിൽ എന്റെ ചെരുപ്പിന്റെ 2 വാറുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് നബിയെ, അത് തിരിച്ചു തരേണ്ടതുണ്ടോ? സമൂഹത്തിന്റെ പൊതുവായ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ, കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനയുടെ നേതാക്കന്മാർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, നിങ്ങൾ ചെയ്യുന്ന സേവനം വലുതാണ്, വലിയ സേവനമാണിത്. പക്ഷേ അതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ വീഴ്ച കൊണ്ട് ഒരു പൈസയെങ്കിലും കണക്കിൽപ്പെടാതെ പോയാൽ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. നബിയെ, എന്റെ കാലിലുള്ള ചെരുപ്പിന് പാകമുള്ള 2 വാറുകൾ ഞാൻ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തിൽ നിന്റെ കാലിന് പാകമുണ്ടപ്പോൾ എടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ നബിയെ, ഞാനത് മടക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ കാലിൽ തീ പടർന്നു പിടിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ എന്ന് നബി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിൽ തീ പിടിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല നബിയെ. എന്താർത്ഥം അറിയോ? ആ ചെരുപ്പിന്റെ വാറ് തിരിച്ചു കൊടുക്കുക. മരിക്കണമെങ്കിൽ റാഹത്തായി മരിക്കണോ? സമ്പത്ത് ക്ലിയർ ചെയ്തോ? പിന്നെ എങ്ങനെ പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പ് കട്ടുണ്ടോ ആൾക്കാർ? പെരുന്നാക്ക് പുതിയ ചെരുപ്പിടാൻ പേടിയല്ല ആൾക്കാർ. സുബ്ഹാനല്ലാഹ്, എവിടെതാ കൊണ്ടുപോയി വെക്കുക? 2 ചെരുപ്പിന്റെ വാറ്. അന്നത്തെ ചെരുപ്പ് എന്ന് പറഞ്ഞ മരമാണ്, മെതിയടി പോലെയുള്ള ചെരുപ്പ്. അതിന്റെ വാറ് എന്ന് പറഞ്ഞ ഒരു മരക്കുറ്റി. അതെടുത്തിട്ടാ നബിതങ്ങൾ ഇത് തീയായിട്ട് കാലുമ കയറുന്നുണ്ട്, നിനക്കത് വേണോ? വേണ്ട നബിയെ, ഞാൻ തിരിച്ചു തരാം. മുസ്ലിമീങ്ങളുടേത് അവരവരുടെ സമ്മതമില്ലാതെ മോഷ്ടിച്ചെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ തീയാണ് ഈ കൊണ്ടുപോകുന്നത്. മരണനേരത്തെ കലിമ ചൊല്ലാനുള്ള ഭാഗ്യമാണ് നഷ്ടപ്പെടുന്നത്. സമ്പത്ത് ഭയങ്കര വിഷയമാണ്. ചെരുപ്പിന്റെ വാറ് തസ്തഇലു അലൈഹി നാറാ, തീ പിടിക്കും. ഫീ ശംലത്തിൻ ഗല്ലഹാ യൗമ ഖൈബർ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ എടുത്ത ഒരു ഷാള് കാരണം അമ്പേറ്റ് മരിച്ച് ശത്രുവിനാൽ മരിച്ച നബിതങ്ങളുടെ ഖാദിം ഹുവ ഫിന്നാർ, നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അത്രയും കാലം, അല്ലാഹു നിശ്ചയിക്കുന്ന കാലം നരകത്തിൽ കടന്ന് പിന്നെ ഈമാനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തപ്പെടും എന്നല്ലാതെ ഈ തിന്മക്ക് തൗബ ചെയ്യാതെ മടങ്ങുകയും തിരിച്ചേൽപ്പിക്കാതെ പോവുകയും അതുകൊണ്ട് നരകമർഹിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സമ്പത്ത് ക്ലിയർ ചെയ്തോളൂ. പലിശ ഭക്ഷിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണിത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പലിശ തിന്നുന്നത്, അത് കൊടുക്കുന്നത്, വാങ്ങിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ വെറുപ്പാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, യുഹാരിബൂന അല്ലാഹ വറസൂലഹ്, അള്ളാഹുവിനോടും റസൂലിനോടും അവർ യുദ്ധം പ്രഖ്യാപിച്ചവരാ.
1000 കൊടുത്തിട്ട് 1500 ഇങ്ങോട്ട് വാങ്ങുന്നവർ, 1,00,000 കൊടുത്തിട്ട് 1,10,000 ഒരാഴ്ച കഴിയുമ്പോഴേക്ക്, ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇങ്ങനെ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഹറാമാണ്. അല്ലാഹു തആല പൊറുക്കൂല. ഈജിപ്തിലെ കർദാസ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ഈജിപ്തിലെ ജീസക്കടുത്ത്, അതായത് ഈജിപ്തിന്റെ പിരമിഡുകളുള്ള പ്രദേശമാണ് ജീസ. അവിടെ പലിശ ഇടപാട് നടത്തിയിരുന്ന ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ വന്നപ്പോ വജദു സുഅബാനൽ അഖ്റഅ യൻതദിറു, ഭീമാകാരിയായ സർപ്പം ഖബറിൽ ആ മനുഷ്യനെ കാത്തിരുന്നത് നമ്മുടെ ഉലമാ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ ജീസക്കടുത്തുള്ള കർദാസ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കാന ആകില റിബ, പലിശ ഭക്ഷിക്കുന്ന ആളായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലിശ ഏർപ്പാടുകൾ നിർത്തിവച്ചേക്കണം. പലിശ ഏർപ്പാടുകൾ നമുക്ക് ഹറാമാണ്. ഏത് രീതിയിലും ഹറാമ് തന്നെയാണല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ശരീരത്തിന്റെ സമ്പത്തിന്റെ ഭാഗമായാൽ അള്ളാഹു ബറക്കത്ത് എടുത്തു കളയും. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, ലോൺ എടുത്ത് നമ്മുടെ നാട്ടിലെ ബാങ്കുകളൊക്കെ പലിശ കൊണ്ട് ഏർപ്പാട് ചെയ്യുന്ന ബാങ്കുകളാണ്, പലിശ ബാങ്കുകളാണ്. പണയം വെച്ച് എടുക്കുന്നത് ഹറാമിന്റെ പൈസയാണ്. സംശയമുണ്ടോ? ഇല്ല. നമ്മുടെ വാഹനം ഓട്ടോ ലോൺ, ഒരു മനുഷ്യന് കാശ് കൊടുത്ത് ഫുൾ പേയ്മെന്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഹലാലായ മാർഗമല്ലാത്തത്. ഒരു പുതിയ വാഹനം മേടിക്കാൻ ഫുൾ കാശ് ഇല്ല, സെക്കൻഡ് ഹാൻഡ് പകുതി കാശിൽ നീ വാങ്ങിച്ചോ, അതാ നിനക്ക് ഒരു പലിശയുടെ ഏർപ്പാട് ചെയ്യുന്നതിനേക്കാളും ഖൈർ. നിർബന്ധിതമായ അവസ്ഥയിലല്ലാതെ അള്ളാഹു പലിശ ഹലാലാക്കൂല. ഹലാലല്ല, അള്ളാഹു തആല വിട്ടുവീഴ്ച ചെയ്യൂല. ഒരു മനുഷ്യൻ അങ്ങേയറ്റം കുടുങ്ങി, ഹോസ്പിറ്റലിൽ കിടക്കാണ്, വാപ്പാക്ക് ഓപ്പറേഷനായി, 2 ലക്ഷം വേണം, 5 പൈസ കയ്യിലില്ല, ആരെ ചോദിച്ചു ഇവിടുന്ന് കിട്ടാനുമില്ല. അങ്ങനെ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു പണയപ്പെടുത്തി പൈസ എടുത്തിട്ട് വാപ്പയുടെ ചികിത്സത്തിന് കൊടുത്തു. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ടോ? റബ്ബ് പുറത്തു തന്നേക്കും. എന്നല്ലാതെ സൽക്കാരം വെക്കാൻ ലോൺ, കല്യാണം നടത്താൻ ലോൺ, വീടിന് പെയിന്റ് അടിക്കാൻ ലോൺ, വീട് വെക്കണമെങ്കിൽ സ്ഥലം പലിശക്ക്, വീട് വെക്കണമെങ്കിൽ സ്ഥലം മോർഗേജിൽ, സ്ഥലം ലോണിന് കൊടുത്തിരിക്കുകയാണ് ബാങ്കുകാരന്. എന്നിട്ട് അവര് 10 ലക്ഷം കൊടുത്തു. 10-15 കൊല്ലം കൊണ്ട് 20 ലക്ഷമായിട്ട് അടക്കണം. പച്ചയായ ഹറാം. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് പിന്നെ ഖൈർ ഉണ്ടാവുക? ആ ആളുകൾക്ക് എങ്ങനെയാണ് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഏർപ്പാട് നമ്മൾ നിർത്തിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ കടുത്ത താക്കീത് നിങ്ങൾക്കുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, അത്തരം ഏർപ്പാടുകൾ നമ്മുടെ മക്കൾക്ക് വേണ്ട, നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ട, നമ്മുടെ ആദിഞ്ഞാല് പ്രദേശത്തോ പരിസര പ്രദേശത്തോ അല്ല മുസ്ലിം എവിടൊക്കെയുണ്ടോ അവർ ആർക്കും അത് വേണ്ട. പലിശയുടെ ഏർപ്പാട് ഖാത്തിമത്ത് അവസാനം മോശമായി പോവാൻ കാരണമാകുമെന്ന് ഉലമാ പഠിപ്പിച്ചിരിക്കുകയാണ്. താരിഖു സ്വലാ, നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, ഖാത്തിമത്ത് പേടിക്കണം. നിസ്കാരം ഒഴിവാക്കുന്നവർ, മഹാനായ അല്ലാമ ഖുർത്തുബി റഹ്മഹുല്ലാ, ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, നിസ്കാരം ഒഴിവാക്കിയ ഒരാളെ മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ, മറവ് ചെയ്യാൻ വേണ്ടി, ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ, ഭീമാകാരിയായ സർപ്പം ഖബറിലേക്ക് കടന്നു വന്ന അനുഭവം നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് വിട്ടിട്ട് ചില ക്ലിപ്പുകളാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്. നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഒരു ഖബർ കുഴിച്ചു പാമ്പ്, അത് മൂടി, 2ാമത് കുഴിച്ചു അതിലും, 3ാമത് കുഴിച്ചു അതിലും. ഇമാമുമാർ പറഞ്ഞു, നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടേക്കത് കാണും, അങ്ങനെ മറവ് ചെയ്തേക്കണം. അവനത് അറിയിക്കുന്നു. താരിഖു സ്വലാ, ഹയ്യ അല സ്വലാ, നിസ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ഒരു ജുമുഅയെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 പെരുന്നാള്. ഇതല്ലാതെ 5 നേരത്തെ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഒരു തൗഫീഖ് ഒരു മനുഷ്യനില്ലെങ്കിൽ പേടിച്ചേക്കണം, അവന്റെ ആഖിബത്ത് മോശമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ളുഹർ അസ്റിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്കുണ്ടാവും. ളുഹർ ബാങ്കിന്റെ അവസാനം പോയി നിസ്കരിക്കുക. ബാങ്ക് അസ്ർ ബാങ്ക് കൊടുക്കുന്നത് 4 മണിക്കാണെങ്കിൽ 3:45 ളുഹറിന് ഒളു കൊടുക്കുക. എന്നിട്ട് കാത്തിരിക്കുകയാണ്, അസ്ർ വരെ കാത്തിരിക്കുന്നു. അസ്റും കഴിഞ്ഞ് ജമ്മ ചെയ്യുന്ന പോലെ സൂരിയായ ജമ്മു എന്നൊക്കെ പറയും. ആ രീതിയിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ, ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല. അതങ്ങനെയല്ല, അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ. പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത്. നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്.
നിസ്കാരം അതിന്റെ അവ്വൽ വഖ്തിൽ നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. എങ്ങാനും ആ നേരത്ത് കുട്ടികൾ കരഞ്ഞോ, അല്ലെങ്കിൽ ഒരു അതിഥി വന്നു, വീട്ടുകാർ വന്നു, ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു, നിസ്കാരം കളാവൂലേ? ആകെ 10-15 മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത്. അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. താരിഖു സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ. അൽമദീൻ, കടബാധ്യതയുള്ള ആളുകൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ മരിച്ച ഒരു ഷഹീദായ ഒരു സ്വഹാബിക്ക് പോലും കടബാധ്യതയുള്ള അവസ്ഥയിൽ നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയുമായിരുന്നു, ഷഹീദായ മനുഷ്യൻ അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കും, കടമൊഴികെ. കടം അല്ലാഹു പുറത്തു കൊടുക്കില്ല. അത് വീടപ്പെടുന്നവരെ കടം വീട്ടപ്പെടേണ്ടതാണ്. അദ്ദൈനു ഹമ്മും ബില്ലൈലി ദുല്ലും ബിന്നഹാർ. നബി തങ്ങൾ പറയുമായിരുന്നു, കടം എന്ന് പറയുന്നത് രാത്രിയിൽ ടെൻഷനാണ്. വദുല്ലും ബിന്നഹാർ, പകലിൽ അത് നാണക്കേടാണ്. പകലിൽ നാണക്കേട്, മാനക്കേട്, രാത്രിയിൽ ടെൻഷനും. ആർക്ക്? കടം വാങ്ങിയവന് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നേരെ മറിച്ച്, കടം കൊടുത്താക്കാണ് ഇപ്പൊ ഈ അവസ്ഥ. ഉടച്ചോനെ കിട്ടൂലല്ലോ റബ്ബേ പൈസ, ഓൻ ഉറക്കില്ല. കടം വാങ്ങിച്ചാള് ചെത്തി പൊളിച്ച് നടക്കുക. കാറ് റെന്റിനൊന്ന്, മറ്റൊന്ന് വേറൊന്ന് വാങ്ങിച്ചു, അവിടെ പോയി ഇവിടെ പോയി. പടച്ച റബ്ബേന്റെ പൈസ കൊണ്ടാണല്ലോ ഇവന് കളി കളിക്കുന്നത്. കൊടുത്തോൻ ഉറക്കില്ല. നബി തങ്ങൾ പറഞ്ഞു, വാങ്ങിച്ചവൻ ഉറക്കുണ്ടാവില്ല. ഇത് നേരെ മറിച്ച്, വാങ്ങിച്ചോ അന്തസ്സിൽ കൂർക്കം വലിച്ച് ഉറക്കുന്നുണ്ട്. കടം വീട്ടാൻ ഉള്ള ചിന്ത പോലും ഇല്ലാതെ ഗുരുതരമായ അനാസ്ഥയാണത്. ചെയ്തു പോവരുത്. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ജനാസ കൊണ്ടുവന്നപ്പോ ആ ജനാസക്ക് സ്വഹാബിക്ക് കടമുണ്ട്, കടബാധ്യതയുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കൂല. തങ്ങൾ പോയി, നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലാണ് സ്വഹാബികൾ പറഞ്ഞത്, നബിയേ, ആ കടം ഞാൻ ഏറ്റെടുത്തോളാം, നബിയെ ഞാൻ വിട്ടിക്കോളാം. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്നു മയ്യിത്ത് നിസ്കരിച്ചു. എന്താർത്ഥം? കടം ബാങ്കിൽ നിന്നെടുത്ത കടങ്ങളാണെങ്കിലും വ്യക്തിയിൽ നിന്നെടുത്തതാണെങ്കിലും കടം കടം തന്നെയാണ്. ബാങ്ക് എന്ന് പറഞ്ഞത് കെട്ടിടല്ല, കുറെ മനുഷ്യന്മാർ നടത്തുന്നത് തന്നെയാണ്. തിരിച്ചു കൊടുത്തേ പറ്റൂ. എങ്ങാനും ഞങ്ങൾ ബാങ്ക് ഇടപാടുകൾ നടത്തിപ്പോയത് ഹറാമായതോ അല്ലാത്തതോ ആയ ഏതിടപാടുകളും ഇടപാടുകൾ തീർക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് എപ്പോഴും ബോധം വേണം. ഇടപാടുകൾ തീർക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ ഗുരുതരമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാവേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് വാപ്പയുടെ കടം എത്രയാണെന്ന് വസിയത്ത് എഴുതി വെക്കണം. വാപ്പ തലയിണന്റെ താഴെ വെക്കണം, എവിടൊക്കെ കൊടുക്കാനുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് മിഹ്റാബിൽ നിന്ന് മക്കൾ എഴുന്നേറ്റ് പറയാ, എന്റെ വാപ്പാക്ക് കടമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു. എവിടെ? വാപ്പ കടം കൊടുക്കാനുണ്ട്. നിങ്ങൾ പാറപ്പള്ളിയിൽ ആ ആള് നിസ്കരിക്കാൻ വന്നിട്ടില്ല, ആൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് വാപ്പ തരാനുണ്ടെന്ന്? വാപ്പയുടെ കടം പിന്നെ എങ്ങനെ അറിയാ? വാപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട് കാസർഗോഡ് നിന്ന്, അയാൾ ഉണ്ടാവോ നിസ്കരിക്കാൻ? അയാൾ കേൾക്കുന്നുണ്ടോ ഇത്? പടച്ചോനെ എന്റെ പൈസ തരാതെ മരിച്ചു പോയല്ലോ. ഹക്കടപാടുകൾ ബാക്കിയാണെങ്കിൽ ഖബറിൽ അത് തീ പടർന്ന് പിടിച്ച് ആ മനുഷ്യനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പേടിക്കേണ്ട വിഷയങ്ങളാണ് കടബാധ്യത, സാമ്പത്തികമായ ശുദ്ധി, പലിശ ഇടപാടുകൾ, ഏർപ്പാടുകൾ നിർത്തിവെക്കണം. അല്ലാഹു തആല ഇതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. ഇതൊക്കെ സൂഉൽ ഖാത്തിമ, വളരെ മോശപ്പെട്ട ഖാത്തിമത്ത് വരുത്തി വെക്കും. അള്ളാഹുവിന്റെ കാവലിന് വേണ്ടി ദുആ ചെയ്തോളൂ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. മരിക്കുമ്പോൾ ചിരിക്കുന്നതാണ് ഈമാനിന്റെ അടയാളമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. മരിക്കുന്ന നേരത്തെ ചിരിച്ച് മരിക്കാൻ പറ്റുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചവരുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാന്മാരുണ്ട്.